സ്തോത്രം. ഹല്ലേലൂയ. ഇത് ആമേൻ. വലിയ സന്തോഷമുള്ള രാത്രിയാണ്. കർത്താവിന് സ്തോത്രം. ഒത്തിരി തവണ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു പേരാണ് കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കോതമംഗലം ദേശത്ത് ആമേൻ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സഭാ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന ആമേൻ കേരളത്തിൽ എങ്ങോളം ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ശക്തമായിട്ട് ദൈവം ഇന്ത്യയിലുടനീളം കർത്താവിന് സ്തോത്രം ശക്തമായിട്ട് പ്രയോജനപ്പെടുന്ന ദൈവദാസനാണ് ആമേൻ സ്തോത്രം. ജോയ് സാറെ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ സ്തോത്രം. വചനം ശുശ്രൂഷിക്കാനായിട്ട് താൻ കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് വലിയ പ്രാർത്ഥനയോടെ വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ കരങ്ങളെ അടിച്ച് കർത്താവിന്റെ ദാസനെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് സ്വാഗതം ചെയ്യാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. നാഥ, എന്റെ മക്കൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുകയും നീ പറയുന്നത് മാത്രം കേൾക്കുവാൻ ഞങ്ങളിവിടെ നിന്റെ മുമ്പാകെ കൂടിയിരിക്കും. പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നു. ദൈവ തിരുനാമം മഹത്വമാകണം. പുത്രന്റെ നാമത്തിൽ തന്നെ ആമേൻ. സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് നിങ്ങളിൽ ആരെയും കാണാൻ കഴിയുന്നില്ലല്ലോ. ഹലോ, കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാം. രഞ്ജിത്ത്, എന്തുണ്ട് മോനെ? സന്തോഷം. സന്തോഷം. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ഇന്ന് ഏറ്റവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു തകർച്ച, നമ്മൾ വചനത്തിൽ നിന്ന് മാറി പല അനുഷ്ഠാനങ്ങളിലേക്കും പുതിയ നിയമസഭയെ പൈശാചിക ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പസ്തോലന്മാരുടെ കാലത്ത് എഴുതിയിരിക്കുന്നവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു വന്നു. അപ്പസ്തോലന്മാരെല്ലാം നിന്ന് കർത്താവിന്റെ വചനമാണ് പ്രസംഗിച്ചത്. പൗലോസിനോട് ചോദിക്കുകയാണ്, കാരാഗ്രഹ പ്രമാണി രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? കാരാഗ്രഹ പ്രമാണിയോട് പൗലോസ് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. 66 പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് ദൈവം കൊടുത്ത വിടുതലുകളെല്ലാം ദൈവവചനം അയച്ച. ഞാൻ ആമുഖമായിട്ടൊരു വചനം നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 107-ാം സങ്കീർത്തനം അതിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ഒന്ന് വായിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ. അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ദൈവം ചെയ്തതെല്ലാം വചനം അയച്ച ദൈവം അവരുടെ കുഴികളിൽ നിന്ന് വചനം അയച്ച ദൈവം അവരെ സൗഖ്യമാക്കി. കർത്താവായ യേശുക്രിസ്തുവിന്റെ സകല ശുശ്രൂഷകളും ദൈവവചനം അയച്ചാണ്. അതാണ് അപ്പസ്തോലന്മാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ദൈവവചനത്തിനാണ്. യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ യോഹന്നാൻ പറയുന്നത്, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങൾ തൊട്ടത് ആയ ജീവന്റെ വചനം. ഞങ്ങൾ കേട്ടത്, കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ വിശ്വസിച്ചത്. ഭക്തന്മാർക്കെല്ലാം പറയുവാനുള്ളത് ദൈവവചനത്തെ കുറിച്ച് മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ചിന്തയ്ക്കായി തന്നിരിക്കുന്ന ഒരു വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം
അതിന്റെ 36-ാം വാക്യമാണ്. ഇത് വായിക്കാൻ എന്ത് താമസം എടുക്കണം? നിങ്ങൾ മ്യൂട്ട് ചെയ്തേക്കുവാന്ന് രഞ്ജിത്ത് കുട്ടായി മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. സ്തോത്രം. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം. ഇയ്യോബിന്റെ ജീവിതത്തെ ശത്രു തകർത്ത ഏറ്റവും വലിയത് ഭയമായി. വിശ്വാസവും ഭയവും തമ്മിൽ ഒന്നിച്ചു പോകില്ല. വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ആദ്യം അവനെ എലിമിനേറ്റ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഭയമാണ്. He has to eliminate the fear from his mind first. Then do believe in the word of God. ഈ ഭയം ഉണ്ടാകാനുള്ളൊരു കാരണം എന്താണെന്നറിയാമോ? ഇയ്യോബിന്റെ പുസ്തകം 41-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. ഞാനിങ്ങനെ വചനം പറയുമ്പോൾ ഒരാൾ വായിച്ചു തന്നോണ്ടേ ഇരിക്കണം. നിങ്ങൾ ഈ അരമണിക്കൂർ കഴിഞ്ഞ് വായിക്കരുത്, അപ്പൊ തന്നെ വായിക്കണം. 41:25. അത് പൊങ്ങുമ്പോൾ ബലശാലികൾ പേടിക്കുന്നു, ഭയം ഹേതുവായിട്ട് അവർ പരവശരായി തീർന്നു. കണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. അവ പൊങ്ങുമ്പോൾ ബലശാലികൾ പേടിക്കുന്നു. എത്ര വലിയ ശക്തിയുള്ളവനെയും പേടിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു ഭയാനകത ഈ ശക്തിയിലുണ്ട്. അവ പൊങ്ങുമ്പോൾ, അതാരാണ് ഈ അവ? 41:1 പറയുന്നത് അതിന്റെ പേര് മഹാനക്രമെന്നാണ്. മഹാനക്രത്തെ ചൂണ്ടിലിട്ട് പിടിക്കാമോ? അതിന്റെ നാക്ക് കയറുകൊണ്ട്. മതി. മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കാം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു ഭയം ഉണ്ടായാൽ അപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചോളണം, ഈ സാധനം എവിടെയോ പൊങ്ങിയിട്ടുണ്ട്. ഇത് ഈ മഹാനക്രം എന്ന് പറയുന്നത് യെഹെസ്കേൽ പ്രവാചകപുസ്തകം 29-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ച്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മിസ്രയീം രാജാവായ ഫറവോനെ, തന്റെ നദികളുടെ നടുവിൽ കിടന്ന് ഈ നദി എനിക്കുള്ളതാകുന്നു, ഞാൻ അതിനെ എനിക്കായിട്ടുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന മഹാനക്രമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. മതി. ഇതൊരു ദേശാധിപതിയാണ് ഈ മഹാനക്രം. ഇനി അത് യെശയ്യാ പ്രവാചക പുസ്തകം 27-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 1-ാം വാക്യം ഒന്ന് വായിച്ച്. അന്നാളിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തന്റെ വാൾ കൊണ്ട് വിദ്രുത സർപ്പമായ ലിവ്യാദാനെയും വക്രസർപ്പമായ ലിവ്യാദാനെയും സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പം. ലിവ്യാദാൻ എന്നാണ് ഇയ്യോബിന്റെ പുസ്തകം 41-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, മലയാളത്തിലെ മഹാനക്രം. ഈ ലിവ്യാദാൻ എന്ന് പറയുന്നത് ഒരു സർപ്പശക്തിയാണ്, ഒരു വിദ്രുത സർപ്പമാണ്. ഇതൊരു സൈത്താനിക് പവറാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ലൂക്കോസ് 10-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ അരുളി ചെയ്തിരിക്കുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, അവ നിങ്ങൾക്കൊരിക്കലും ഒരു ദോഷം വരുത്തുകയും. ഈ അന്ധകാര ശക്തികളെ തകർക്കുവാൻ ദൈവം നമുക്കൊരു അധികാരം തന്നേക്കുക. കള്ളനെ കണ്ടാൽ പോലീസ് വരച്ചാൽ ആ രാജ്യം മുഴുവൻ കള്ളന്മാരെ കൊണ്ടെന്നറിയും. ആ ദേശത്ത് മുഴുവൻ ഓരോ പ്രഭാത പത്രങ്ങളിലും വരുന്ന വാർത്തകൾ മോഷണത്തിന്റെ വാർത്തയാണ്. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല,
നിയമവാഴ്ച നടത്തേണ്ട അധികാരി കള്ളനെ കാണുമ്പോൾ പേടിക്കുക. ഇന്ന് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ കിരാതമായ ഒരു ഭരണമാണ് ഈ പൈശാചിക ശക്തി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ എല്ലാവരും ഇതിനെ ഭയപ്പെടുന്നു. ബിസിനസ്സിൽ അല്പം പരാജയം വന്നാൽ ആരോ എതിർ പ്രാർത്ഥന നടത്തുന്നുണ്ട്. എതിർ പ്രാർത്ഥനയുടെ ശക്തി. അമ്മായിയമ്മ പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഞാൻ സുഖിപ്പിക്കില്ലടിയെന്ന്. ഇങ്ങനെ അസാധാരണമായ വാക്കുകളിലും ചിന്തകളിലും പിശാച് നമ്മളെ ഇങ്ങനെ ഭയപ്പെടുത്തി ബന്ധിച്ചു വെച്ചിരിക്കുക. ഒരു വ്യക്തി ക്രിസ്തുവിലാകുമ്പോൾ അവൻ ആദ്യം സംഭവിക്കേണ്ടത് അവൻ ഭയത്തിൽ നിന്ന് സ്വതന്ത്രനാണ്. ദൈവത്തിന്റെ ആത്മാവ് ഭയമുള്ള സ്ഥലത്ത് വ്യാപരിക്കുകയില്ല. നിരാശ, ഭയം, അവിശ്വാസം, ഈ 3 മണ്ഡലങ്ങളിലും ദൈവകൃപ വ്യാപരിക്കുകയില്ല. പൗലോസ് പറയുന്നു, ഞാൻ ആയിരിക്കുന്നത് അവന്റെ കൃപയാലാണ്. ഞാൻ ആയിരിക്കുന്നത് അവന്റെ കൃപയാലാണ്. കൃപ എന്ന് പറയുന്നത് നിന്റെ മിടുക്കോ, നിന്റെ പവറോ, നിന്റെ കഴിവോ, നിന്റെ ശക്തിയോ ഒന്നുമല്ല. നിന്നോട് ദൈവത്തിന് തോന്നിയ ഒരു അസാധാരണമായ സ്നേഹത്തിൽ നിന്നും ഉണ്ടായ അനർഹമായ ഒരു ദയ മാത്രമാണ് കൃപ. നീ ഏതെല്ലാം കോളേജിൽ പോയി പഠിച്ചാലും, നിനക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും, നിന്റെ ശുശ്രൂഷ വിജയിക്കണമെങ്കിൽ ദൈവകൃപ. നിന്റെ ആത്മീയ ജീവിതത്തിനകത്തൊരു വിടുതൽ ഉണ്ടാകണമെങ്കിൽ, ഒരു വിജയം ഉണ്ടാകണമെങ്കിൽ ദൈവകൃപ. PhD കൊണ്ടൊന്നും നിന്റെ ശുശ്രൂഷയിൽ നിനക്ക് ഒരു വിജയവും കണ്ടെത്താൻ പറ്റില്ല. അറിവ് കൊണ്ട് ഒരു വിജയവും കണ്ടെത്താൻ പറ്റില്ല. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ ജനം എന്നാണ്. പക്ഷെ പത്രോസിൽ കൂടിയൊക്കെയുള്ള അത്ഭുതങ്ങളും പത്രോസിന്റെ വചന ശുശ്രൂഷകളിലും ഒക്കെ ആളുകളിൽ നടന്ന വിടുതലുകളും അത്ഭുത രോഗശാന്തി ശുശ്രൂഷകളും ഒക്കെ ഒരു സമൂഹത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതായി. വിദ്യാഭ്യാസമായിരുന്നില്ല അതിന്റെ കാരണം. പത്രോസ് വ്യാപരിച്ച ദൈവകൃപയാണ്. അവൻ കടന്നു പോകുമ്പോൾ നിഴല് തട്ടിയാൽ പോലും രോഗികൾക്ക് സൗഖ്യമാകുന്ന പൗലോസിന്റെ മെയ്മേൽ നിന്നുള്ള റൂമാൽ ആരുടെയെങ്കിലും മേൽ കൊണ്ടുവന്നിട്ടാൽ ദുരാത്മാക്കൾ അഴിഞ്ഞു പോകും, രോഗികൾക്ക് സൗഖ്യമാകുമെന്നാണ്. ഈ ഭക്തന്മാരിലൊക്കെ വ്യാപരിച്ചത് ദൈവകൃപയാണ്. ഞാൻ പറയുന്ന ദൈവമക്കളെ, ഭയം നമ്മുടെ ജീവിതത്തിനകത്ത് ഏതു മണ്ഡലത്തിലുണ്ടായാലും ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് ഈ ശക്തി ഒളിഞ്ഞിരിക്കുന്നു. അതിനെ ദൈവവചനം കൊണ്ട്, ഉപവാസം കൊണ്ടൊന്നും ഈ ശക്തി മാറില്ല. പറഞ്ഞിട്ടുണ്ട് കർത്താവ്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി മറ്റൊന്നിനാലും നീങ്ങിപ്പോകയില്ല. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ വായിക്കേണ്ടവനെ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോഴാണ് ഈ പിശാച് കർത്താവിനെ പരീക്ഷിക്കാൻ വന്നത്. ഉപവാസം കഴിഞ്ഞപ്പോൾ ഇവൻ അടുത്തു കൂടുക ചെയ്തത്. പിശാചിനെ കർത്താവ് പുറത്താക്കിയത് ദൈവവചനത്താലാണ്. വചനമെന്ന വാളുകൊണ്ടല്ലാതെ ഇവനെ സമ്പൂർണമായിട്ടും തകർക്കാൻ കഴിയില്ല. യേശു ഇതിന്റെ മേൽ ജയം കണ്ടെത്തിയതെല്ലാം ദൈവവചനത്താലാണ്.
ഈ ദൈവവചനം നന്നായി മനസ്സിലാക്കണം. കാരണം ഞാൻ ഇന്ന് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പണ്ടത്തെ ഒരു മലയാളം ഒരു ഭാഗം ഞാൻ ഒരു കവിത പോലെ ഞാൻ പഠിച്ചതാണ്. ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ ശിഷ്യർ കമ്പത്തൊന്ന് പിഴയ്ക്കും. ഇന്ന് ദൈവവചനം പഠിപ്പിക്കുന്ന അനേക പാസ്റ്റർമാർ സത്യവചനം സത്യമായി തല്ല പഠിപ്പിക്കുന്നത്. അപ്പൊ ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ ശിഷ്യർക്ക് 51 പിഴയും. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് ഒരേ ഒരു ഗുരുവേ ഉണ്ടായിരുന്നുള്ളത് കർത്താവായ യേശുവാണ്. ഒരക്ഷരം പോലും പിഴയ്ക്കാത്തൊരു ഗുരുവായിരുന്നു കർത്താവായ യേശു. ആ യേശുവിനെയാണ് ഈ അപ്പസ്തോലന്മാർ, ഈ ഭക്തന്മാർ ഫോളോ ചെയ്തത്. അവന്റെ വാക്കിനാണ് പത്രോസ് പറഞ്ഞത്, നിന്റെ വാക്കിന് ഞാൻ ബലിയർക്കാം. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം. ഓരോ പ്രവാചകന്മാരൊക്കെ പറഞ്ഞ് അവരുടെ ഓരോ വാക്കിനും വലയിറക്കി കച്ചവടം നിർത്തി ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്ന എത്രയോ കുടുംബങ്ങളെ ഞാൻ കാണിച്ചു തരാം. സത്യവചനത്തിന്റെ അടിസ്ഥാനമില്ലാത്ത സകല ശുശ്രൂഷകളും സകല പ്രവചനങ്ങളും പൈശാചികമാണ്. ഒരു പ്രവാചകൻ നിന്നോടൊരു ആലോചന പറഞ്ഞാൽ ആ ആലോചനയ്ക്ക് ദൈവവചനത്തിന്റെ സാധുതയുണ്ടായിരിക്കണം, സപ്പോർട്ട് ഉണ്ടായിരിക്കണം. വായി തോന്നുന്നത് എന്തെങ്കിലും വിളിച്ചു പറയുന്നതല്ല പ്രവചനം. പ്രവചനം ദൈവവചന അടിസ്ഥാനത്തിൽ ആത്മാവിൽ ഒരു വ്യക്തിയെ വിവേചിച്ചും ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിക്കുന്നതുമാണ് പ്രവചനം. ഇന്ന് എത്രയോ ദേവദാസന്മാർ പറയാറുണ്ട്, ഞാനൊരു അസിസ്റ്റന്റ് പാസ്റ്റർ നിർത്തി, അവസാനം അവൻ എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞു. എന്താ പാസ്റ്ററെ ഇത് പറയാനുള്ള കാരണം? കടന്നു വന്ന അസിസ്റ്റന്റ് പാസ്റ്ററിനെ നിനക്ക് വിവേചിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാ. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, അപ്പസ്തോലന്മാരല്ലാതിരിക്കെ അപ്പസ്തോലന്മാരെന്ന് പറഞ്ഞു വന്നവരെ നീ പരീക്ഷിച്ച് അപ്പസ്തോലന്മാരല്ല എന്ന് അറിഞ്ഞ ഒരു പ്ലസ് പോയിന്റ് എനിക്ക് നിന്നെ കുറിച്ച് പറയാനുണ്ട്. ഈ സഭയിൽ കർത്താവിന് പറയാനുള്ള ഒരു ദൂതതായിരുന്നു. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം, കുറച്ച് ചാടിയും കുറച്ച് തുള്ളിയും ദൈവവചനം ഒന്നും പറയാതെ വരുമ്പോൾ മുതൽ ഹല്ലേലൂയ സ്തോത്രം, ഇങ്ങനെ നീ അതാകും ഇതാകും അങ്ങനെയാകും, നീ വാലല്ല തലയാകും. ഈ വാലല്ല തലയാകുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം പോലും ഈ പ്രവാചകൻ അറിയില്ല. എന്താ ഈ വാലല്ല തലയാകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? യെശയ്യാ പ്രവാചക പുസ്തകം 9-ാം അധ്യായത്തിന്റെ 15 വായിച്ച്. യെശയ്യാ 9:15, നീ വാലല്ല തലയാകുമെന്ന് പറയുമ്പോഴത്തേക്ക് നീ ഏതാണ്ട് കളക്ടറാകുമെന്ന് കർത്താവ് പറഞ്ഞതാ. മൂപ്പനും മാന്യപുരുഷനും തന്നെ തല, അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. നീ വാലല്ല തലയാകുമെന്ന് പറഞ്ഞ അർത്ഥം, നിന്നെ സത്യവചനം പ്രസംഗിക്കുന്ന ഒരു അഭിഷിക്തനാക്കി ഞാൻ മാറ്റുന്ന. വാലാര? അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. ഇത് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തിൽ ഒരു സഭ നിൽക്കുന്നത് ഭൗതികമായ അനുഗ്രഹങ്ങളെ പ്രവചിച്ചു. ദൈവം അബുദാബിയിൽ നിന്നൊരു ബിസിനസിനെ വലിയ വളർച്ച തരുമെന്നും ഒക്കെ പറയുന്ന ചില ഭൗതിക ദൂതിൽ കൂടിയാണ് ഇന്ന് പലപ്പോഴും പല പ്രവാചക ശുശ്രൂഷകളും
അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് അങ്ങനെയല്ല ചെയ്യുന്നത്. ഒരു വ്യക്തിയെ ദൈവം പണിയാതെ ദൈവം അവനെ അനുഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിയെ, കർത്താവിന് ആവശ്യമായ വ്യക്തിയെയാണ്. മധ്യാകാശത്തിൽ നമ്മുടെ കർത്താവ് വരുമ്പോൾ അവൻ എടുക്കപ്പെടത്തക്ക വിധത്തെ രീതിയിൽ അവനെ പണിത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ദൈവം അവനെ അനുഗ്രഹിക്കുകയുള്ളൂ. ഇസ്രായേൽ ജനം, ഹല്ലേലൂയ സ്തോത്രം, 30 ലക്ഷത്തോളം ചെങ്കടൽ കടന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ 2 പേർ മാത്രമേ വാഗ്ദത്ത കനാൻ ദേശത്ത്, മിസ്രയീമിൽ നിന്ന് പോയവരിൽ 2 പേർ മാത്രമേ എത്തിയുള്ളൂ. എന്താണെന്നറിയാവോ കാരണം? നീ അത് ചെന്ന് കൈവശമാക്കുക എന്ന് ദൈവം പറഞ്ഞപ്പോൾ ഇവന്മാരത് ചെന്ന് കൈവശമാക്കുകയല്ല ചെയ്തേ. ഇവന്മാരെന്താ ചെയ്തെന്നറിയാവോ? ആവർത്തന പുസ്തകം 1-ാം അധ്യായം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, അതിന്റെ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. ഇതാ ഞാൻ ആ ദേശം നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിങ്ങൾ കടന്ന യഹോവ നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്തെ കൈവശമാക്കുവിൻ. ദൈവം പറഞ്ഞ നീ ആ ദേശം കൈവശമാക്കാൻ. ഈ 13-ാം വാക്യം ഒന്ന് വായിച്ച് ഇവന്മാരെന്താ ചെയ്തേ? അതത് ഗോത്രത്തിൽ നിന്ന് ജ്ഞാനവും വിവേകവും പ്രസിദ്ധിയുമുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുപ്പിൻ, അവരെ ഞാൻ നിങ്ങൾക്ക് തലവന്മാരാക്കും. അതിന് നിങ്ങൾ എന്നോട് നീ പറഞ്ഞ കാര്യം നല്ലത് എന്ന് ഉത്തരം പറഞ്ഞു. ആകയാൽ ഞാൻ നിങ്ങളുടെ ഗോത്ര തലവന്മാരായി ജ്ഞാനവും പ്രസിദ്ധിയുമുള്ള പുരുഷന്മാരെ 1000 പേർക്ക് അധിപതിമാർ, 100 പേർക്ക് അധിപതിമാർ, 50 പേർക്ക് അധിപതിമാർ, 10 പേർക്ക് അധിപതിമാർ, ഇങ്ങനെ നിങ്ങൾക്ക് തലവന്മാരും ഗോത്രപ്രമാണികളുമായി നിയമിച്ചു. എന്നിട്ട് അവരെ ഈ ദേശം ഒറ്റുനോക്കാൻ വിട്ടു. എന്താ? എടാ, അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി, ഈ വിശ്വാസ വീരൻ എന്ന് പറയുന്നതും വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്നതും ഒക്കെ എന്താണെന്നറിയും? അവന്റെ ഒരു തലമുറയ്ക്ക് ഒരു മകളെ വിവാഹത്തിനെടുക്കാൻ അവനോ അവന്റെ മകനോ പോയില്ല. തന്റെ ദൈവത്തിൽ വിശ്വസിച്ച് തന്റെ ദാസനായി എലിയാസറിനെ പറഞ്ഞയക്കുകയും ചെയ്തു. എന്ത് വാക്ക് പറഞ്ഞിട്ട്? എന്റെ മകന് ഒരു ഭാര്യയെ തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ ചെന്നത് കൈവശമാക്കുവിനെന്നാ ദൈവം പറഞ്ഞത്. ഒറ്റുനോക്കാനല്ല. ഒറ്റുനോക്കുക എന്ന് വെച്ചാൽ എന്റെ അർത്ഥം എന്നാ? സംശയത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയല്ലേ ഒറ്റുനോക്കല്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിച്ച ഒരാളോട് ഒരു ആലോചന പറയുക. ആ പെൺകുട്ടി ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. നീ ആ പെൺകുട്ടിയെ പോയി വിവാഹം കഴിക്കുക. പെട്ടെന്ന് അവന്റെ വീട്ടിൽ നിന്ന് കുറെ പേര് പോയി, അവന്റെ വീട്ടിൽ നിന്ന് കുറെ പേര് പോയി. പിന്നെ അവിടത്തേക്ക് നമ്മുടെ സഭയിലെ പാസ്റ്റർ, അവിടുത്തെ സഭയിലെ പാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടു. ആ പെങ്കൊച്ചെങ്ങനെയുണ്ട്? അപ്പോഴത്തേക്ക് നമ്മുടെ ചാർച്ചക്കാരിൽ ആരെങ്കിലും ഒരാൾ ആ ഭാഗത്തുണ്ടെങ്കിൽ അവരെ കുറിച്ച്, ആ കുടുംബത്തെ കുറിച്ചൊരു അന്വേഷിക്കല്. അവര് ചെന്നിട്ട് പറയുകയാണ് കുടുംബക്കാര് നല്ലതാണ്. ആകെപ്പാടെ ഒരു 9 മാസം അന്വേഷണം തന്നെയാണ്. നീ ഏത് ദൂത് ഏറ്റെടുത്തതാ? നീ ഏത് ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തുവിലാ വിശ്വസിക്കുന്നത്? പാഴ്വാക്കുകൾ കൊണ്ടും പാഴായ അവിശ്വാസം കൊണ്ടും ഇന്ന് പുതിയ നിയമസഭയെ പിശാച് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുക. നീ ചെന്നത് എന്ത് ചെയ്യുക? കൈവശമാക്കുക.
ഇവന്മാർ ചെയ്ത പരിപാടി എന്താ? അതത് ഗോത്രത്തിൽ നിന്ന് പ്രസിദ്ധിയുള്ളവരെ, ജ്ഞാനമുള്ളവരെ ഇന്നും പെന്തക്കോസ്തിൽ തലവന്മാരാക്കി വെച്ചിരിക്കുന്നത് ഈ പ്രസിദ്ധിയും ഈ ജ്ഞാനവും ഈ നിറവും ഈ കഴിവും ഒക്കെ നോക്കിയ അവരാദ്യം പോയി ഒന്ന് ഒറ്റ നോക്കട്ടെ. അപ്പൊ ദൈവം പറഞ്ഞത് വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇത് ഒറ്റ നോക്കാൻ പോകേണ്ട കാര്യമുണ്ടോ? അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയിൽ ഞാൻ എത്രത്തോളം നിങ്ങളോട് കൂടിയിരിക്കും, എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും. നിങ്ങളുടെ പാട്ട്, പ്രാർത്ഥന, ആരാധന എല്ലാം ആത്മാവിലാകട്ടെ, നല്ലത് തന്നെ. പക്ഷെ ദൈവിക വാഗ്ദത്തങ്ങൾ നീ അവിശ്വസിച്ചാൽ നിന്നെ പോലെ അരിഷ്ടനായ ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല. യഹോവയുടെ പുസ്തകത്തിൽ 8000 വാഗ്ദത്തങ്ങളുണ്ട്. 8000 വാഗ്ദത്തങ്ങൾ. ആ വാഗ്ദത്തങ്ങളെ കുറിച്ച് ധന്യനായ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, അവന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്ര. അവന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറ് ഞങ്ങൾ അവനിൽ ആമേൻ. ഇവിടെ ഭക്തന്മാർ വാഗ്ദത്തങ്ങളെ അവിശ്വസിക്കുകയല്ല ചെയ്തേ, വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്ത് ആമേൻ പറയുകയാണ് ചെയ്തത്. ഈ ജ്ഞാനവും പ്രസിദ്ധിയും ഉള്ളവൻ എന്താ ചെയ്തേ? അതിന്റെ 27 വാക്യം ഒന്ന് വായിച്ച്, 26, 27. യഹോവ നമ്മെ പകയ്ക്കാൻ നമ്മെ നശിപ്പിപ്പാൻ തക്കവണ്ണം അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. എടാ, ഈ ജ്ഞാനവും പ്രസിദ്ധിയും ഉള്ളവനെയൊക്കെ നീ തെരഞ്ഞെടുത്തിട്ട് ഇവനെന്നാ പറഞ്ഞേ? നീ തെരഞ്ഞെടുത്തല്ലോ ഈ ജ്ഞാനവും പ്രസിദ്ധിയും ഉള്ളവനെയും അറിവുള്ളവനെയും PhD കാരനെയും MA കാരനെയും MPhil-കാരനെയും ഒക്കെ നീ തെരഞ്ഞെടുത്തില്ലേ? നീ നിറം നോക്കിയും കളർ നോക്കി നീ തെരഞ്ഞെടുത്തില്ലേ? നീ കുലം നോക്കി കുലമഹിമ നോക്കിയും തെരഞ്ഞെടുത്തില്ലേ? ഇവൻ എന്താ ചെയ്തേ? വാഗ്ദത്ത ദേശത്ത് എന്നിട്ട് അബ്രഹാമിനോട് സത്യം ചെയ്ത യഹോവയെ കുറിച്ച് അവൻ എന്താ പറയണേ? യഹോവ നമ്മെ പകയ്ക്കയാൽ. യഹോവ നമ്മെ പകയ്ക്കുക. ഇവനെയല്ല ഇവ ഈ തെരഞ്ഞെടുത്തേ. ഇതല്ല കുഞ്ഞെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ്. ആത്മാവ് തെരഞ്ഞെടുക്കുന്നതാണ് ഇത് വല്ലോ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അത് ജയിക്കില്ലെന്ന് പറഞ്ഞാൽ ഒരു ശക്തിക്കും ദൈവസഭയെ ജയിക്കാനുള്ള ശക്തിയില്ലെന്ന്. ഒരു സഭയ്ക്കും ദൈവസഭയെ ജയിക്കാനുള്ള ശക്തിയില്ല. ഇത് വിശ്വസിച്ചാ പോരെ? പിന്നെ സഭയ്ക്കിട്ട് കല്ലെറിഞ്ഞ സഭ തകരൂ. ഒരു സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കിയിട്ട് ഹല്ലേലൂയ സ്തോത്രം, സഭ തകർന്നോ? ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, യഹോവ നമ്മെ പകയ്ക്കയാൽ. കണ്ടോ, മിസ്രയീമിൽ തുടങ്ങിയത് ഇവന്മാരുടെ വർത്താനം. ചെങ്കടൽ കരയിൽ വെച്ച് ഇവന്മാര് പറഞ്ഞത് എന്താ? വാളാൽ വീഴേണ്ടതിന് യഹോവ നമ്മെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ 90-ാം സങ്കീർത്തനത്തിൽ മോശ ഒരു ഭാഗം പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഏറെയായാൽ 80 വയസ്സ്. ഏറെയായാൽ അതെല്ലാം നമ്മള് പെന്തക്കോസ്തുകാര് മരണ ശുശ്രൂഷയ്ക്ക് പാടുന്നൊരു പാട്ടാണ്. അതിനെ എന്നെ കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ. ഞാൻ അധ്യാപകനായിരുന്നു. ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് പോലെയും ഒക്കെ പ്രസംഗിക്കുകയുള്ളൂ. ചിലപ്പോൾ ചോദ്യം ചോദിച്ചൊന്നും വരും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് എൻ്റെ സ്വരം അത്ര നല്ലതായിരിക്കില്ല. ടോൺ ഓഫ് ടോക്കിംഗ് ഒരു ശകാര ഭാവത്തിലേക്ക് ആയിരിക്കും എൻ്റെ പ്രസംഗം. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇദ്ദേഹം എന്നെ പ്രാകൃത മനുഷ്യനാണോ, ഇദ്ദേഹത്തിന്റെ നമ്പറാണോ രഞ്ജിത്തെ നീ എനിക്ക് തന്നേന്ന് പറ്റി ചോദിച്ച ആ രഞ്ജിത്തിനെ പിന്നെ വഴക്ക് പറയരുത് കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. ആരെയാ തെരഞ്ഞെടുത്തവന്മാര്? ആരെയാ? പ്രശസ്തിയും പാരമ്പര്യവും നിറമുള്ളവന്.
ഇവന്മാർ നിമിത്തം ഒരൊറ്റ എണ്ണത്തിന് വാഗ്ദത്ത ദേശം കൈവശമാകാൻ പറ്റിയില്ല. എന്തായിരുന്നു ദൈവം പറഞ്ഞത്? നിങ്ങൾ ചെന്നത് കൈവശമാക്കാൻ, നിങ്ങൾ ചെന്ന് അത് കൈവശമാക്കാൻ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം. ഒരു പെൺകുട്ടിയെ കുറിച്ച് ഒരു ആലോചന ഒരു പ്രവാചകൻ പറഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന പെങ്കൊച്ചെ എവിടെയാന്നല്ലേ? ആസ്ട്രേലിയയിലാണോ? എന്നാൽ ദൈവ നിയോഗമാണ്. ഹല്ലേലൂയ സ്തോത്രം. സൊമാലിയയിലാന്ന് പറഞ്ഞാൽ പോയി. സൊമാലിയയിൽ നിന്ന് ദൈവമക്കൾക്ക് പെണ്ണിനെ കൊടുക്കും. ഹല്ലേലൂയ സ്തോത്രം. മോശയ്ക്ക് ദൈവം ഭാര്യയെ കൊടുത്ത എവിടെന്നാ? മിസ്രൈമിലെ കൊട്ടാരത്തിൽ നിന്നാണോ കൊടുത്തേ? എവിടെന്നാ കൊടുത്തേ? ഹല്ലേലൂയ സ്തോത്രം. സൊമാലിയയിൽ നിന്നും. ആ പെൺകൊച്ച് ന്യൂസിലൻഡിൽ നേഴ്സല്ലേ? നമുക്കൊന്ന് ആലോചിച്ചു കളയാം. ഫാസ്റ്റ് പറയാം, നമുക്കൊന്ന് പോലെ ആലോചിച്ചു കളയാം. ഹല്ലേലൂയ സ്തോത്രം. എന്റെ പൊന്നു ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ദൈവവചനം കേൾക്ക്. നിങ്ങൾ ആദ്യം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്ക്. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് എന്താ? യോഹന്നാൻ 16:8 വായിച്ച്. യോഹന്നാൻ 16:8. ഞാൻ ഇത്രയും ദേഷ്യപ്പെട്ടൊക്കെ അനേക രാജ്യങ്ങളിലേക്ക് മീറ്റിംഗ് കൊടുക്കാറുണ്ട്. ഞാൻ വിചാരിച്ചോണ്ടിരിക്കണേ പിന്നെ അവര് വിളിക്കില്ല എന്നാ, എന്നിട്ട് വിളിക്കും അവര്. പാപത്തെ കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. കണ്ടോ, ഈ ലോകത്തിന് പരിശുദ്ധാത്മാവ് വന്ന ബോധം വരുത്തുന്ന എന്തിനെ കുറിച്ചാ? ഹല്ലേലൂയ സ്തോത്രം. എന്റെ കുഞ്ഞെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നീ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവത്തിന് പ്രസാദകരമല്ലെന്ന് നീ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ആത്മാവ് നിന്റെ മേൽ വരണം. അതല്ലേ സങ്കീർത്തനം 19:12 എഴുതിയേക്കണേ? സങ്കീർത്തനം 19:12 എന്താ? സങ്കീർത്തനം 19:12 പറഞ്ഞേ? തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. എടാ, ആദ്യം തന്നെ നമ്മുടെ ജീവിതത്തിനകത്തൊരു തെറ്റുണ്ടെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദൈവാത്മാവ് വരണം. ഇന്ന് പല ആളുകളും പലതും ചെയ്യുന്നത് അവർ തെറ്റാണെന്ന് ഓർത്തല്ല ചെയ്യുന്നത്, അവര് ചെയ്യുന്നതൊക്കെ ശരിയാന്ന് വിചാരിച്ച. ഈ തെറ്റും മനസ്സിലാകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരണം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? പല കാര്യങ്ങളും ഇന്ന് പെന്തക്കോസ്ത് കോളത്തിൽ ഈ ആളുകൾ ഈ കാട്ടിക്കൂട്ടുന്ന പരിപാടികളൊക്കെ ഏറ്റവും നല്ലതാണ്, ശരിയാന്നാ വിചാരിക്കണേ. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാ. ഹല്ലേലൂയ സ്തോത്രം. ഒരു ദാവീദിനോട് നാഥാൻ പ്രവാചകൻ എന്ന് പറഞ്ഞപ്പോൾ തന്റെ തെറ്റിനെ അവൻ ഗ്രഹിച്ചു. അവൻ ദൈവസന്നിധിയിൽ വീണു, അവൻ കരഞ്ഞു, അവൻ നിലവിളിച്ചു, അവൻ തെറ്റേറ്റു പറഞ്ഞു, ഉപേക്ഷിച്ചു, അവൻ ദൈവത്തോട് അപേക്ഷിച്ചു. മനസ്സൊരുക്കമുള്ളതിന്റെ ആത്മാവിനാൽ എന്നെ താങ്ങണമേ. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഇതിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണമേ. തെറ്റേറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചവൻ പരിശുദ്ധാത്മാവിന് വേണ്ടി അപേക്ഷിക്കുക ചെയ്യണേ. ഇന്ന് പെന്തക്കോസ്തുകാരന്റെ ഉപവാസ പ്രാർത്ഥനയിൽ, ഏതെങ്കിലും ഉപവാസ പ്രാർത്ഥനയിൽ ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പ്രാർത്ഥനയുണ്ട്? കൊച്ചിന്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ പ്രാർത്ഥന. പലരും ഉപവാസത്തിൽ കയറിയേക്കണ കൊച്ചിന്റെ കല്യാണം നടക്കണം, കൊച്ചിന് PR കിട്ടണം, കൊച്ചിനൊരു കൊച്ചുണ്ടാവണം. കൊച്ചിന് MBBS അഡ്മിഷൻ കിട്ടണം, ബാങ്ക് ലോൺ കിട്ടണം. ഹല്ലേലൂയ സ്തോത്രം. നീ ശരിയായ ഒരു ദൈവവൈതലാണെങ്കിൽ നീ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് കരയേണ്ടത് ആത്മാഭിഷേകത്തിന് വേണ്ടിയാണ്. ലൂക്കോസ് 11:11 എന്താ പറഞ്ഞേക്കണേ? നിങ്ങളിൽ ഒരു മകൻ അപ്പനോട് അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ അവന് തേളിനെ കൊടുക്കുമോ? ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കും.
കുഞ്ഞെ, എന്നിലും നിന്നിലും ഇരിക്കുന്ന തെറ്റുകളെ കുറിച്ച് നമുക്ക് ബോധം വരണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വരണം. ഇന്നത്തെ പെന്തക്കോസ്ത് കോളത്തിൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവദാസന്മാർ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവവചന വിരുദ്ധ. പക്ഷെ ദൈവവചന വിരുദ്ധമാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവരിൽ ദൈവത്തിന്റെ ആത്മാവില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നാ ചോദിക്കണേ? നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോണ്ട. പരിപാടി എന്താ? നക്ഷത്രഫലം നോക്കലും, ആവിചാരം നോക്കലും, ഹല്ലേലൂയ സ്തോത്രം, മുഹൂർത്തം നോക്കലും, കിണർ കുഴിക്കാൻ നേരത്ത് ഹല്ലേലൂയ സ്തോത്രം സ്ഥാനക്കാരനെ വരത്തിലും, പെര പണിയാൻ നേരത്ത് സ്ഥാനം നോക്കലും, സകലവിധ പരിപാടികളും ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം ഇന്ന് പെന്തക്കോസ്തുകാരുടെ കയ്യിൽ. ഇതിന്റെ കാരണം എന്താ? നിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവില്ല. നീ ഭയത്തിന് അടിമപ്പെട്ട് ജീവിക്കുക. നിന്റെ ജീവിതത്തിനകത്ത് ഈ സർപ്പശക്തിയാണ് ഹല്ലേലൂയ സ്തോത്രം കളിച്ചുകൊണ്ടിരിക്കുന്നത്. നീ അറിയുന്നില്ല. നിന്റെ ആത്മീയന്റെ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് പിശാച് പുറത്തിറക്കുക. പക്ഷെ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഭയത്തിന്റെ കാരണം പിശാചാണ്. യഹോവ ഭക്തന്മാർക്ക് ദൃഢധൈര്യമുണ്ട്. ഈ പഠിപ്പ് ഞാനുള്ളവരൊക്കെ എന്താ പറഞ്ഞേ? യഹോവ നമ്മെ പകയ്ക്കാൻ ഇവിടെ വെച്ച് കൊല്ലേണ്ടതിന് ദൈവം നമ്മളെ കൊണ്ടുവന്നു. നിങ്ങളെ എങ്ങോട്ടാ കയറിപ്പോണെന്ന്. ദൈവം കൊടുത്ത വാഗ്ദത്ത ദേശത്തിലെ മുന്തിരിക്കുലകളും അത്തിപ്പഴവും ഇവരുടെ തോളത്ത് ചുവന്നുകൊണ്ട് വന്നിട്ടാ ഇവരിത് പറയണേ. വാഗ്ദത്ത ദേശത്തെ മുന്തിരിപ്പഴം ഒരു ഹല്ലേലൂയ സ്തോത്രം തണ്ടി രണ്ടുപേർ ചുവന്നുകൊണ്ട് വരുമ്പോഴാ ഇവന്മാർ ഈ പറയണേ, യഹോവ നമ്മെ കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുവന്നു. ആര് തെരഞ്ഞെടുത്തതാ? ദൈവമക്കളെ, ആത്മാവുള്ളവനൊന്നും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി വല്ലാതെ യാചിക്കുകയൊന്നുമില്ല. അതൊരു ദൈവപൈതലിന്റെ വിഷയമല്ല ഭൗതിക കാര്യം. കാരണം കർത്താവ് പറയുന്ന മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗത്തിനായി നിങ്ങളുടെ പിതാവ് അറിയിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്. അതാ കർത്തൃപ്രാർത്ഥനയിൽ യേശു പഠിപ്പിച്ചത്. സ്വർഗസ്ഥനായ പിതാവേ, നീ അപേക്ഷിക്കുന്നത് സാധാരണക്കാരനോടല്ല, നിന്റെ അപ്പനോടാണ്. അവൻ നിനക്ക് തരാതിരിക്കുമോ? നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കും, നിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ക്രിസ്തുവിൽ വന്നിട്ട് ഭയമുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല, ഹല്ലേലൂയ സ്തോത്രം, നിന്നെ ഭയപ്പെടുത്തുന്ന പൈശാചിക ശക്തി നിന്റെ അകത്തുണ്ടത് പോയിട്ടില്ല. നീ ക്രിസ്തുവിൽ സ്വതന്ത്രനായിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്താ ദൈവമക്കളെ കർത്താവ് നമുക്ക് തരുന്നേ? റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായത്തിന് 13-14 ഒരാൾ ഒന്ന് ഉറക്കെ വായിച്ച്. റോമർക്കെഴുതിയ ലേഖനം 15-13-14. പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളെ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. കണ്ടോ, ഭക്തൻ പറയണല്ലോ, ദൈവത്തിന്റെ ആത്മാവ് തരുന്നത് നിനക്ക് ഹല്ലേലൂയ സ്തോത്രം കോഴിമുട്ടയും തേങ്ങയല്ല തന്നെ. ഹല്ലേലൂയ സ്തോത്രം. പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് പ്രത്യാശയാണ്. എളിയവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഞാൻ നിങ്ങളോട് കാര്യം പറയാം. ആദ്യം തന്നെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടാൻ. ഇന്ന് പെന്തക്കോസ്തുകാരുടെ കുടുംബം രക്ഷപ്പെടാതിരിക്കാൻ തന്നെ കാരണം എന്നാണെന്നറിയോ? ഇവര് കർത്താവായ യേശുക്രിസ്തുവിലല്ല വിശ്വസിക്കണേ. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ധന്യനായ പത്രോസ് ശ്ലീഹ ആത്മാവിൽ പറഞ്ഞ വചനം തന്നെയാണ്. ഞങ്ങളുടെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയത് വെറും വചനമായിട്ടല്ല, അത് പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടിയായിരുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു.
ഇന്ന് എത്ര ബന്ധുക്കോസുകാരാ രക്ഷ പ്രാപിച്ചേക്കണേ? ഇന്ന് കലയിലേക്കാ സ്തോത്രം. എന്റെ അടുക്കൽ 100 കണക്കിന് ആൾക്കാരാ വരുന്നേ ദൂത് കേൾക്കേണ്ടത് കലയിലേക്കാ സ്തോത്രം. ആസ്ട്രേലിയയിൽ പോകുന്ന കലയിലേക്കാ സ്തോത്രം. നീ കണിയാന്റെ അടുത്ത് കൊച്ചുമായിട്ട് പോടിയെന്ന് ഞാൻ പറഞ്ഞു നാളെ ഒരു സൗകര്യോടെ. കലയിലെ ആസ്ട്രേലിയയിൽ പോകുമെന്ന് പറയലാണ് എന്റെ പണി. കർത്താവായ യേശു ക്രിസ്തു വന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ്. കലയിലേക്കാ സ്തോത്രം. അതാദ്യം നീ മനസ്സിലാക്കൂ. അല്ലാണ്ട് പിശാചിനെ കുറിച്ച് പഠിപ്പിക്കാനല്ല. ഇന്നിവിടെ സാത്താനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ശാഖയോട് ഇറങ്ങിയേക്കുക. കർത്താവ് പഠിപ്പിച്ചത് ഇതിനെ ചവിട്ടാനൊരു അധികാരം തന്നേക്കണം. നീ എന്നാ കലയിലേക്കാ സ്തോത്രം. സാത്താന്റെ കൊമ്പ് എന്നെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് സാത്താനെ കുറിച്ച് പഠിക്കുന്നത്. അനാട്ടമി, ദ അനാട്ടമി ഓഫ് സൈത്താൻ. എടാ, സൈത്താൻ അനാട്ടമി ഇല്ല. കാരണം എന്താ? ഭൂതങ്ങൾക്ക് ശരീരം ഇല്ലെന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നീ അതിന്റെ എന്നാ അനാട്ടമയുള്ളേ? എന്നെ തൊട്ട് നോക്ക്. എനിക്ക് ശരീരമുണ്ട്, ഒരു സോളിഡ് ബോഡി ഉണ്ട് എനിക്ക്. ഭൂതങ്ങൾക്ക് എന്തില്ല? ഇനി ഭൂതത്തിന്റെ എന്നാ അനാട്ടമി പഠിക്കാനാ? അല്ലേ സ്തോത്രം. അയ്യോ, പ്രവാചകൻ പറയുക, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ താഴത്തൊരു അമ്പലക്കുളം കാണുന്നു. അമ്പലക്കുളം എന്ന് പറഞ്ഞൊരു കുളമുണ്ട്, എനിക്കറിയാമല്ല. ഇവിടെ ഇത് മനുഷ്യനിട്ട് പേരില്ല. സ്തോത്രം. മറിയാമ കുത്തിയാൽ കുളത്തിന്റെ പേര് മറിയാമയുടെ കുളം. അമ്പലക്കാര് കുത്തിയാൽ കുളത്തിന്റെ പേര് അമ്പലത്തിന്റെ കുളം. അതൊരു ഉടമസ്ഥാവകാശത്തെ കാണിക്കുന്നതല്ലേ? ഇപ്പൊ പ്രവാചകൻ പറയാ, താഴത്തൊരു അമ്പലക്കുളം കാണുന്നുണ്ട്. അല്ലല്ലോ സഹോദരൻ, അവനത് പോയി നികത്തട്ടെ. വിളിച്ചോണ്ട് പോയി 2-4 ലോഡ് മണ്ണിടാൻ പറ കുളത്തില്. അല്ലല്ലോ സ്തോത്രം. ദൈവങ്ങളെ നീ വിശ്വസിക്കുക. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നേക്കണേ. ഏതിനെയല്ല? ഭീരുത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടില്ല. ആ ഒരു ആത്മാവിനെ ഒരു പ്രവാചകന്റെ ശുശ്രൂഷയിൽ ഒരു ഭയത്തിന്റെ ആത്മാവ് നിന്റെ മേൽ കയറിയാൽ സത്യമായിട്ടും അവൻ ശുശ്രൂഷിക്കുന്ന പരിശുദ്ധാത്മാവിലല്ല. പറഞ്ഞു മനസ്സിലായോ? ലൂക്കോസ് 4:31 വായിച്ച്. ഹല്ലേലൂയ, സ്തോത്രം. ഗലീലയിലെ ഒരു പട്ടണമായ കവർന്നൂരിൽ ചെന്നു. ശബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു. അവന്റെ വചനം അധികാരത്തോടെ ആകിയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവിടെ പള്ളിയിൽ അശുദ്ധഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ, നസറേനായ യേശുവെ വിടൂ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്തേ? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധം തന്നെ എന്ന് ഉറക്കെ നിലവിളിച്ചു. വായിക്കും അടുത്തു പോയോ? മിണ്ടരുത്, അവനെ വിട്ടുപോകണമെന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി. വചനത്തിന്റെ ശക്തി പറഞ്ഞ മനസ്സിലായോ? വചനത്തിന്റെ ശക്തി മനസ്സിലായോ നിങ്ങൾക്ക്? സത്യവചനത്തിന് മുമ്പിൽ ഒരു പിശാച് ഉറച്ചു നിൽക്കില്ല. നിങ്ങളുടെ കാർന്നോന്മാരായിട്ട് ഹൈന്ദവരായി പ്രവാചകൻ പറയുന്ന ദൂത, നിങ്ങളുടെ കാർന്നോന്മാരായിട്ട് മക്കളെ ഹൈന്ദവരാർന്നു. ഈ ഇന്ത്യയിലെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾക്കിട്ട് ആരെങ്കിലും വല്ലതും ചെയ്തിട്ടുണ്ടോ പാസ്റ്റർ എന്നറിയാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് എന്തോരം ആൾക്കാരാണെന്നറിയാൻ. ഞങ്ങൾക്കിട്ട് ആരെങ്കിലും വല്ലതും ചെയ്തിട്ടുണ്ടോ പാസ്റ്റർ എന്ന് പ്രാർത്ഥിച്ച് നോക്കിച്ചേ. പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ ചാർച്ചയിൽപ്പെട്ട ഒരാൾ തന്നെ നിങ്ങൾക്കിട്ട് ചെയ്തിട്ടുണ്ട്. അത് സത്യമാണോ എന്ന് അറിയാൻ ജോയി പാസ്റ്റിന്റെ അടുത്ത് എന്ന് അറിയാവുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ പരിപാടിയാ. കർത്താവ് എന്നെ കർത്താവിന്റെ വചനം പ്രസംഗിക്കാനാണ് തെരഞ്ഞെടുത്തേക്കണേ. ഇവന്മാര് വന്നേക്കണേ എന്നാ
എടാ, പൗലോസിന്റെ ശരീരത്തിലെ വിയർപ്പിനെ പിശാചിന് പേടിയായി. വിയർപ്പ് കാരണം അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു റൂമാല് കൊണ്ടുവന്ന് ഭൂതബാധിതന്റെ മേലിട്ടാൽ പൗലോസിന്റെ വിയർപ്പിന്റെ ഗന്ധം അവൻ മനസ്സിലാക്കി ഭൂത അഴിഞ്ഞു പോകും. മനസ്സിലായോ? അതാ ഭക്തൻ. നമ്മുടെ സ്റ്റാറ്റസ് എന്നാന്നാ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി സത്യം അറിയരുത്. ഒറ്റ നോക്കാൻ പോയ സകലരും വാഗ്ദത്ത ദേശത്തേക്ക് കടക്കാതെ ജനത്തെ തടഞ്ഞു കളഞ്ഞു. ഇന്ന് സ്വർഗീയ കനാനിലേക്ക് കടക്കാതെ വണ്ണം ഇന്നത്തെ ഹല്ലേലൂയ സ്തോത്രം ഉപദേശകന്മാർ ദൈവജനത്തെ തടയുക. എവിടെ എത്താതെ? ഹല്ലേലൂയ വാഗ്ദത്ത ദേശമുണ്ട്, ഒരു സ്വർഗീയ കനാനുണ്ട്, അതിലെത്താതെ ഇന്ന് തടയുവാന്ന് ആരെ? ഹല്ലേലൂയ സ്തോത്രം ജനത്തെ. എന്നാൽ സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന് 31 വായിച്ച് ഒരു ഹല്ലേലൂയ പല്ലില്ലാത്ത ഒരു അപ്പച്ചൻ അവിടെ എന്താ പറയണെന്ന് കേക്ക്. 13-30 സംഖ്യ. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ എന്നാൽ മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി. അന്നേരം രഞ്ജിത്ത് പറയാ അങ്ങനെയൊന്നും ഇല്ല. അത് ജയിപ്പാൻ എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിന് നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിൽ ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ ഉറ്റുനോക്കിയ ദേശത്തെ കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞതെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളെ അനാക്കി മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. കാലേബ് പറഞ്ഞത് എന്നാ 13-30 വായിക്കാനാ ഞാൻ പറഞ്ഞേ. 27 മുതല വായിച്ചേ. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി. എടാ, പല്ലില്ലാത്ത 85 വയസ്സുള്ള ഒരു പാസ്റ്ററാ ഇത്. ജനത്തിന് മുമ്പാകെ അമർത്തി കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. യെസ്, ഇതാ വിശ്വാസത്തിന്റെ വാഗ്ദത്തത്തിന്മേലുള്ള ദൈവവിശ്വാസം. ഇതാ അത് ജയിപ്പാൻ നമുക്ക് കഴിയുന്ന. ഹല്ലേലൂയ സ്തോത്രം. എടാ, വാഗ്ദത്ത ദേശം ഒറ്റ നോക്കേണ്ട വലിയ കാര്യമുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. മനോജ് വാസുനെ അബുദാബിയില് ഹല്ലേലൂയ സ്തോത്രം ലൈറ്റ് ഹൗസ് സഭയിലേക്ക് അയക്കുകയാണ്. പ്രവാചകൻ പറയാ, പെട്ടെന്ന് തന്നെ മനോജ് മാസ്റ്റർ ഫോൺ എടുത്തിട്ട് ഹല്ലേലൂയ സ്തോത്രം അബുദാബിയിലെ മുസ്തഫയിലുള്ള വിശ്വാസ 1-2 പേരെ വിളിക്കുക. എങ്ങനെയുണ്ട് ആ സഭ എന്ന്? എടാ, ആ തകർന്ന സഭ പണിയാനാ നിന്നെ അയക്കണേ, അല്ലാണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനല്ല. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ തന്നെ വിളിച്ചു ചോദിക്കുക എങ്ങനെയുണ്ട്. അന്നേരം പറയാ എല്ലാ വിശ്വാസികളും ലേബർ ക്യാമ്പിലുള്ളവരാന്ന്. എന്നാ പോണില്ലാന്ന്. എന്നാ കിട്ടിയ ദൂത എല്ലാ വിശ്വാസികളും എവിടെയുള്ളതാ? ലേബർ ക്യാമ്പില്. അപ്പൊ തന്നെ ആന്റിയും പറഞ്ഞു, അച്ചായ എന്നാ അങ്ങനെയാണ് നമുക്ക് പോകണ്ട, നമ്മൾ പിള്ളേര് BBS പഠിക്കുന്ന, ഒരാൾ നേഴ്സിംഗിന് പഠിക്കുന്ന, കാശും തോറും വേണം. മാത്രമല്ല നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ആ തുമ്പമണിൽ പണിതേക്കണേ ആ വീട് ഇതുവരെ വാർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, അബുദാബിയിലെ എയർപോർട്ടിന്റെ അടുത്തെങ്ങാൻ സഭയുണ്ടോന്നൊന്ന് നോക്ക്. അവിടെ ഹല്ലേലൂയ സ്തോത്രം ഒരുമാതിരി കുഴപ്പമില്ലാത്ത വിശ്വാസിയാണ്. നാണമുണ്ടോ? നാണം. ഹല്ലേലൂയ സ്തോത്രം. എടാ, നിന്നെ തെരഞ്ഞെടുത്തത് ദൈവമാണെങ്കിൽ ആ ദിവസം വരെ കാക്കുവാൻ അവൻ മതിയായവനാന്നാ ഭക്തൻ പറയണേ. തെരഞ്ഞെടുത്തത് ദൈവമാണെങ്കിൽ ആ ദിവസം വരെ അവനെ പൗലോസ് വിളിച്ച് അവൻ എൻ്റെ ഉപനിധി എന്ന് അവനെ വിളിച്ചേ. അവൻ എൻ്റെ ആരാന്ന്? ഉപനിധി. ഇന്ന് എന്തെല്ലാം പരിപാടികളാണ് നടക്കണേ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇന്നാളെ ഹല്ലേലൂയ സ്തോത്രം 4 മാസം മുമ്പ് ദുബായിൽ വന്നിട്ടുണ്ട്.
ആ വിളിച്ച സഭയിലും ആ വിളിച്ച വ്യക്തിയുടെ വീട്ടിലും മാത്രം പോയിട്ട് തിരിച്ചു വന്നു. ഞാൻ വന്ന ഒരു ഒറ്റ വ്യക്തിയോട് ഞാൻ ചെയ്ത് പറഞ്ഞില്ല. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ചെന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം ദൂത് പറഞ്ഞു ഡോളർ മേടിച്ചോണ്ട്, അല്ല ഡോളറല്ല അവിടെ തന്നെ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ദൈവം ആരാന്നറിയാമോ? അല്ലെങ്കിൽ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. യാക്കോബ് എത്ര വർഷം ലാബാന്റെ അടുക്കൽ ജോലി ചെയ്തേ? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. പാസ്റ്ററിന്റെ വലതുവശത്തിരിക്കുന്ന മോക്കടെ പേരെന്താ? പാസ്റ്ററിന്റെ വലതുവശത്തിരിക്കുന്ന മോള് അബിയ കൊച്ചെന്ന് പറഞ്ഞേ. ആ യാക്കോബ് ലാബാന്റെ അടുക്കൽ എത്ര വർഷം ജോലി ചെയ്തു? ലാബാന്റെ അടുക്കൽ ജോലി ചെയ്തു. ആടിനെ മേച്ചു. 70. അവർക്ക് തോന്നിയ ഒരു സംഖ്യ പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. മാവേൽ ഇഷ്ടംപോലെ മാങ്ങ കിടപ്പുണ്ട്, കല്ലെടുത്തൊരു ഏറെറിഞ്ഞു, എവിടെയെങ്കിലും കൊള്ളട്ടെ, ഒരെണ്ണം ചാടിയാ മതി. ഹല്ലേലൂയ സ്തോത്രം. ഇനി പാസ്റ്ററിന്റെ ഇടതുവശത്തിരിക്കുന്ന ആരാ? മൂത്ത മോളാണ്. മൂത്ത മക്കളുടെ പേരെന്നാ? ഗ്രേസ്. നീ ഒന്ന് പറഞ്ഞേ, എത്ര വർഷം ജോലി ചെയ്തു? 7 വർഷം റേച്ചലിന് വേണ്ടി ചെയ്തു. പക്ഷെ ട്രിക്ക് ചെയ്തു, അതുകൊണ്ട് 7 വർഷം കൂടെ ചെയ്തു. ലാസ്റ്റിൽ 21 വർഷം അവിടെ നിന്നു. നിനക്ക് 0 മാർക്ക്. കണ്ടോ? വചനത്തോട് കൂട്ടരുത്, വചനത്തോട് കുറയ്ക്കരുതെന്നാ പറഞ്ഞു. അനുജത്തി അബിയ വചനത്തിൽ നിന്ന് കുറച്ചു, 17 ആക്കി. ഈ വചനത്തോട് കൂട്ടി 21 ആക്കി. നിന്റെ അമ്മ ഇത്രയും നുണ പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. 14 വർഷം. അപ്പൊ അബിയെ കൊച്ച് എത്രയാ പറഞ്ഞേ? 7. ഹല്ലേലൂയ സ്തോത്രം. 20 പ്രാവശ്യം നീ എഴുതി നാളെ എനിക്ക് മെസ്സേജ് അയച്ചേക്കണം. 20 പ്രാവശ്യം സത്യമായിട്ട് നീ എഴുതി. ഹല്ലേലൂയ സ്തോത്രം. നീ ഒന്ന് വായിച്ചേ 11:38. ഹല്ലേലൂയ സ്തോത്രം. അതെ, 31-ാം അധ്യായത്തിന് 38 ഉൽപ്പത്തി. എന്നാ ഇന്ന് മക്കളെ ഒന്ന് വായിപ്പിച്ചിട്ടേ ഉള്ളൂ. 38 മുതൽ 38 മുതൽ ഇംഗ്ലീഷ് വായിച്ചാലും കുഴപ്പമില്ല. These 20 years I have been with you. Your use and your female. These 20 years have been with you. ഒരു വർഷം കൂടി പറഞ്ഞോളൂ. ഒരു വർഷം. കണ്ട, അവള് വചനത്തോട് ഒന്ന് കൂട്ടി, അറിയ വചനത്തിൽ നിന്ന് കുറച്ചു. ഹല്ലേലൂയ സ്തോത്രം. എന്റെ കൊച്ചു താഴേക്കൊന്ന് വായിച്ച് അതിന്റെ ഒരു മർമ്മം ഞാൻ പറഞ്ഞു തരാം. I have not eaten the rams of your flock. That which was stolen by the beasts I did not bring to you. I bore the loss of it. You required it from my hand, whether stolen by day or stolen by night. There I was in the day that the drought consumed me, and the frost by night, and my sleep departed from my eyes. Thus I have been in your house 20 years. I served you 14 years for your 2 daughters and 6 years for your flock, and you have changed my wages 10 times. Unless the God of my father and the God of Abraham and the fear of Isaac had been with me, surely now you would have sent me away empty-handed. God is. ഇവന്റെ വിശ്വാസം ഇവന്റെ കർത്താവിലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ 2 പുത്രിമാർക്ക് വേണ്ടിയിട്ട് I have wept 14 years. For your flocks I had wept 6 years. You changed my wages 10 times. Hallelujah Sodram. I have not stolen. Hallelujah Sodram. Any sheep. Hallelujah Sodram. Even if you had changed my ways, I had been. Hallelujah Sodram. Faithful. Hallelujah Sodram. With my work. You tried your best to send me away without giving me anything.
But my God, my father's God, my grandfather's God, hallelujah, Satram, he is with me. I was properly rewarded by him. കൂലി മാറ്റിയെങ്കിലും വേലയിൽ കള്ളത്തരം കാണിച്ചില്ല. ഹല്ലേലൂയ, സ്തോത്രം. പറഞ്ഞു മനസ്സിലായോ? 11 മക്കളുണ്ട് ആ സമയത്ത്. ആർക്ക്? ഹല്ലേലൂയ, സ്തോത്രം. യാക്കോബിന്. ഹല്ലേലൂയ, സ്തോത്രം. 11 12 മക്കളുണ്ട്. ബെന്യാമിൻ യാബോക്ക് കടന്നതിന് ശേഷം ഉണ്ടായതാ. 12 മക്കളുണ്ട്. ഒരാടിനെ മോഷിക്കുകയോ ഒരു കള്ളത്തരം ചെയ്യുകയോ അവൻ ചെയ്തില്ല. The sleep, ഹല്ലേലൂയ, സ്തോത്രം, departed my eyes. ഉറക്കം എന്റെ കണ്ണുകളെ വിട്ടുപോയി. ജോലിയിൽ അവൻ ആരായിരുന്നു? ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. എന്നാൽ ദൈവം അവനെ കൊടുത്ത റിവാർഡ് നിങ്ങൾക്കൊന്ന് വായിച്ചു കേൾപ്പിക്കണോ? Genesis 30, last 2 verses. Genesis 30, last 2 verses. But when the flocks were feeble, he did not put them in. So the feebler was Laban's and the stronger Jacob's. Thus the man became exceedingly prosperous and had large flocks, female and male servants, and camels and donkeys. കണ്ടോ. ഹല്ലേലൂയ, സ്തോത്രം. വേബെന്നല്ലേ മക്കളുടെ പേര്? വേബയല്ലോ. Grace. എന്റെ ഗ്രേസ് കൊച്ചിന് മനസ്സിലായോ ദൈവം ആരാന്ന്? യേശു അപ്പച്ചൻ ആരാന്ന് എന്റെ കൊച്ചിന് മനസ്സിലായോ? എന്റെ മക്കൾ വിശ്വസ്തയോടെ കൂടെ നിന്നോ? ഈ ലോകത്താർ എന്റെ മക്കളെ തകർത്ത് കളയാൻ നോക്കിയാലും തകർത്ത് കളയാൻ കഴിയില്ല. നിങ്ങളുടെ പ്രതിഫലം ഒരാൾക്ക് പോലും ദൈവം എടുത്തു കൊടുക്കുകയില്ല. ആ പ്രതിഫലം നിങ്ങൾക്കുള്ളതായിരിക്കും. ഇതാണ് ദൈവത്തിന്റെ വിശ്വസ്തത. മേഘങ്ങളോളം എത്തുന്നു. അവന്റെ വിശ്വസ്തത മേഘങ്ങളോളം വലുതല്ലയോ? ആ യാക്കോബ്, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്കറിയോ ലോകത്ത് ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം മേടിച്ചിട്ടുള്ളത് ആരാ? ലോകത്ത് ലഭിച്ച നോബൽ സമ്മാനം, നോബൽ പ്രൈസ് വിന്നേഴ്സിന്റെ 1/3 ജൂയിഷ് പീപ്പിൾ ആണ്. ജ്യൂസാണ്. 1/3. യെസ്, E=mc² എന്ന് പറയുന്ന ലോകത്തെ അമ്പരിപ്പിച്ച ഫോർമുലയുടെ ഉപജ്ഞാതാവ് ആരാ? ഐൻസ്റ്റൈൻ. ഫ്രം, ഹല്ലേലൂയ, സ്തോത്രം. എവിടെ നിന്ന് വന്നതാ? അബ്രഹാമിന്റെ സന്തതിയാണ്. എന്താ കാരണം എന്നറിയാവോ? എന്താ കാരണം? The book of Psalms 119 verse 130. വായിക്കേ. ഹല്ലേലൂയ, സ്തോത്രം. The book of Psalms, ഹല്ലേലൂയ, സ്തോത്രം, 119 verse 130. 130. The entrance of your words gives light. It gives understanding to the simple. കണ്ട ഇറ്റ്, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? ഇറ്റ് മേക്സ് ദ സില്ലി വൈസ്. മറ്റൊരു ട്രാൻസ്ലേഷനിൽ ചേർന്നേ, ഇറ്റ് മേക്സ് ദ സില്ലി വൈസ്. ഇനി അതിന്റെ 97 98 കൂടി വായിച്ചേ. 97 98 99. Oh, how I love your law. It is my meditation all day. You, through your commandments, make me wiser than my enemies. For they are wiser than my enemies. സകല ശത്രുക്കളും നോക്കിയിട്ട് അവനെ പാഠം പഠിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ടോ മോളെ ഗ്രേസേ? ഉണ്ടോ കൊച്ചേ? ഉണ്ടോ അവിയ കൊച്ചേ? അവള് പേടിച്ചിരിക്കുക. അടുത്തത്, ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വാക്യം വായിച്ചേ. I have more understanding than all my teachers, for your testimonies are my meditation. കണ്ടോ, സകല അധ്യാപകരെക്കാളും ഞാൻ ബുദ്ധിയുള്ളവൻ. അടുത്തത്, I understand more than the ancients because I keep your precepts. നിന്റെ മതി. ഈ വചനമാണ് ഇവരെ ആരാക്കിയത്? കുഞ്ഞുങ്ങളോട് ഞാൻ ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം ഇതൊക്കെ. കുഞ്ഞെ, കണ്ണറിയാൻ മേലാത്ത അനേക ആളുകൾ ഈ ലോകത്താണ്. നിന്റെ ദൈവം നിനക്ക് കാഴ്ച തന്നു.
പ്രഭാതത്തിൽ നീ എഴുന്നേൽക്കുമ്പോൾ ആദ്യം നിന്റെ കണ്ണുകൊണ്ട് വായിക്കേണ്ടത് ഈ വചനം. ഒരു ട്യൂഷൻ ക്ലാസ്സിലും നീ പോകേണ്ടി വരില്ല. ദൈവം നിന്നെ ജ്ഞാനിയാക്കി മാറ്റും. നിന്നെ ജ്ഞാനിയാക്കി മാറ്റും. നിങ്ങൾക്കറിയോ, ലോകത്തിലേക്ക് ഏറ്റവും വലിയ സമ്പന്നന്മാരാണെന്നറിയാവോ? ഹല്ലേലൂയ, സ്തോത്രം. ചിൽഡ്രൻ ഓഫ് എബ്രഹാമാണ്, ജ്യൂസാണ്. 1 മുതൽ 12 വരെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ പട്ടികയിൽ ഇവരുടെ പേരാ. ആരുടെ? ജ്യൂസിന്റെ. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോന്ന്? മനസ്സിലായി. ഹല്ലേലൂയ, സ്തോത്രം. കുഞ്ഞെ, ഈ ദൈവവചനമാണ് ശക്തി. ആമേൻ. ഈ വചനം എന്റെ മക്കൾ അനുസരിച്ചോ, എന്റെ തലമുറകൾ രണ്ടുപേരും നിങ്ങൾ നോക്കിക്കോ, പരാജയപ്പെട്ടു പോകില്ല. നിന്റെ അപ്പൻ ഭാഗ്യവാനായിരിക്കും. കാരണം നിങ്ങൾ രണ്ടുപേരെയും ഇരുത്തി ദൈവവചനം വായിപ്പിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ദൈവവചനം വായിക്കുന്നത് കേട്ടാ എനിക്കറിയാം. അതിനകത്തൊരു അനോയിന്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് പിതാവെ, നീ ലജ്ജിച്ചു പോകയില്ല. നിങ്ങളുടെ അപ്പനൊരു ദൂത് കൊടുക്കാം. ദ ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 44 verse 1 to 7 വായിക്കേ. 44 1 to 7 പപ്പയാ വായിക്കുന്നത്. പിന്നെ അല്ലാതെ പിന്നെ ആരാ വായിക്കണ്ടേ? Yet hear now, O Jacob, my servant, and Israel, whom I have chosen. Thus says the Lord, who made you and formed you from the womb, who will help you. Fear not, O Jacob, my servant, and you, Jeshurun, whom I have chosen. For I will pour water on him who is thirsty, and floods on the dry ground. I will pour my spirit on your descendants, and my blessings on your offsprings. They will spring up among the grass like a willows of the water courses. ഇനി എന്നാ വേണ്ടേ അപ്പ നിനക്ക്? Amen. Amen. നിനക്ക് എന്താ വേണ്ടേ അപ്പന്റെ നിലയില്? ഇതിന്റെ അപ്പുറത്തേക്ക്. Amen. നിന്റെ സന്തതിമേൽ ഞാൻ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ ഞാൻ എന്റെ അനുഗ്രഹത്തെയും പകരും. അവർ നീർത്തോടുകൾക്കരികെ, ഹല്ലേലൂയ, സ്തോത്രം, പുല്ലുകൾക്കിടയിൽ അലരികൾ പോലെ അവർ മുളച്ചു വരും. ഹല്ലേലൂയ, സ്തോത്രം. കന്നടക്കാരൻ ദൈവത്തിന്റെ പേര് യഹോവയ്ക്കുള്ളവൻ എന്ന് പേരിടും. കന്നടക്കാരന്റെ പേരെന്നാ? യഹോവയ്ക്കുള്ളവൻ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ നോക്കിക്കോ, അവൻ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനായിരിക്കും. മൈറ്റി സ്പീക്കർ. ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭയങ്കര പോംപസ് ലാംഗ്വേജ് ആയിരിക്കും അവന്റെ. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ഭാഷയിൽ ഭയങ്കരമായ നൈപുണ്യം നേടും. You read Acts 7:22. Acts 7:22. Acts 7:22. 22. And Moses was learned in all wisdom of the Egyptians and was mighty in words and deeds. Now when he was mighty in words and deeds. വാക്കിലും പ്രവർത്തി. നീ ഒത്തിരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദ്യാഭ്യാസം നേടും. You will have the hallelujah, the decent education from the highly esteemed universities from that world. Hallelujah. You will become a prolific writer and oracious speaker. Hallelujah. You are not abandoned, but you are the chosen one. Hallelujah. നീ ഇങ്ങനെയാകും. എന്താ? വാട്ട് ഈസ് യുവർ ഗുഡ് നെയിം? Asher. ആശേർ ഗോത്രത്തില്. ആശേർ എന്നുള്ള ഗോത്രം കേട്ടാൽ തന്നെ പേടിച്ചു പോകും. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ കൊച്ചു കേട്ടോ? മോശ ഇത്രയും യൂണിവേഴ്സിറ്റിയിലെ സകല വിദ്യാഭ്യാസവും നേടിയവനായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു. നിനക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇവന്റെ വളർച്ചകളും ഇവന്റെ വിദ്യാഭ്യാസവും എല്ലാം വോളണ്ടറി ആയിരിക്കും, സ്പോണ്ടേനിയസ് ആയിരിക്കും.
എന്താ? Acts 7:35. നിന്നോടൊരു ദൂത. Acts 7:35. This Moses whom they rejected, saying, Who made you a ruler and a judge? Is the one God sent to be a ruler and deliverer by the hand of the angel who appeared to him in the bush? നീ നോക്കിക്കോ, ഉന്നത നിലയിൽ ദൈവം എന്റെ മോനെ എത്തിക്കും. ഒരു സാധാരണ നിലയിലല്ല. നീ ഒരു ഹല്ലേലൂയ സ്തോത്രം, ഒരു യൂണിക് പേഴ്സൺ ആയിരിക്കും. യൂണിക് മീൻസ് the thing which cannot be equal with other. The person who cannot be equal with other. That is what is called unique. In the same manner, you will be promoted to the highest position. Hallelujah, Sotra, by the God Almighty. So, my son, Asher, no need to fear. Be happy and be enthusiastic always. Hallelujah, Sotra. Please smile. How many teeth do you have? What? How many teeth? I got three Only kids. 3. Yeah. പിന്നെ ചർച്ചിലെ പിള്ളേര്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ചോദിച്ചത് പിള്ളേർ എത്ര ഉണ്ടെന്നല്ല, ടീത്ത്, പല്ല്. സോറി, 32. ഇല്ലില്ല, 32 ഒന്നുമില്ല. അവരെ ഹല്ലേലൂയ സ്തോത്രം. ഇതുവരെ ഇതാ ഹല്ലേലൂയ സ്തോത്രം. നീ ഇന്ന് ഹല്ലേലൂയ സ്തോത്രം ഗൂഗിൾ അടിച്ച് 3 days to see എന്ന് പറയുന്ന ഹല്ലേലൂയ ഹെലൻ കെല്ലറുടെ ഒരു ലേഖനം വായിച്ചിട്ട് വേണം കിടക്കാൻ. എന്താ? 3 days to see. Hallelujah, Sodra. It is written by Helen Keller. She was deaf, dumb, and blind. She was deaf, dumb, and blind. You have to read that today. Hallelujah. അവൾക്ക് കണ്ണില്ലായിരുന്നു. എന്തെല്ലാം കാര്യങ്ങൾ കണ്ണില്ലാത്തവൾ കണ്ടു എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത്രയും നാളായിട്ട് നീ നിന്റെ പല്ല് എണ്ണി നോക്കിയിട്ടില്ല അല്ലേ? നാളില്ലല്ലോ. ആ, അടുത്ത ആള് നമ്പർ ഇറക്കുവാണ് 28. അല്ല 28 ചെറിയ പിള്ളേർക്ക്. ഒരാള് 32. 32 അഡൽട്ടിന്. അച്ചാച്ചന്റെ 2 പല്ലും പറഞ്ഞു പോയതാ. 32 ഉണ്ടോ നീ നോക്ക. നമുക്ക് മടക്കി വരാം. കുഞ്ഞേ, ഇന്നത്തെ എന്റെ വചനം എന്താണെന്നറിയാവോ? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ ആലോചന പറയുന്നേ. ഏതെല്ലാം വിഷയത്തിൽ നീ ഭയപ്പെട്ടിരിക്കുന്നുവോ, ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ആ വിഷയത്തിനകത്ത് ദൈവം നിനക്ക് മറുപടി തരും. ദൈവം ഏതെങ്കിലും ഒരു കാര്യം കർത്താവിന്റെ കരങ്ങളിൽ കിട്ടിയാൽ അവൻ അതിനെ സിംപ്ലിഫൈ ചെയ്യുക ചെയ്യും. ആദ്യം നമ്മൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. ഞാൻ കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു ഉദാഹരണം പറയാം. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൻ, he was born and brought up in a poor family. He lost his father when he was very small boy. He had been brought up under the hallelujah so the cruel stepfather. ക്രൂരനായ വളർത്തച്ഛന്റെ കീഴിലാണ് ആര് വളർന്നത്? എബ്രഹാം ലിങ്കൻ. He was denied education. വിദ്യാഭ്യാസം നിഷേധിച്ചു. That cruel stepfather did not allow him to go to school. But Abraham Lincoln was very adamant and determined. ഹല്ലേലൂയ സ്തോത്രം. ഒരു സാഹചര്യം ഇല്ല, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. ഒരു ദിവസം അവൻ കെൻറ്റക്കി എന്ന് പറയുന്ന അമേരിക്കയിലെ സംസ്ഥാനത്ത് നിൽക്കുകയാണ്. 13 വയസ്സ് പ്രായം അവന്. എത്രയാ? 13 വയസ്സ് പ്രായം. എവിടെയാ നിൽക്കുന്നേ? കെൻറ്റക്കി. അപ്പോഴാണ് വെളുത്ത വർഗക്കാർ കറുത്ത വർഗക്കാരെ ചാട്ടുകൊണ്ടടിച്ച് അടിമകളാക്കി ഭീകരമായി അവർ ഉപദ്രവിക്കുന്ന ക്രൂരമായ ഒരു കാഴ്ച എബ്രഹാം ലിങ്കൻ കണ്ടു. ക്യാൻ യു ഫോളോ മീ? എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്രൂരമായിട്ട് അടിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ എബ്രഹാം ലിങ്കന്റെ ഹൃദയം തകർന്നു പോയി. അന്ന് എബ്രഹാം ലിങ്കൻ ഒരു കാര്യം പറയും, when I become the president of America, I will abolish the slavery. ഇവിടെ സ്കൂളിൽ പോകാൻ രണ്ടാനപ്പൻ അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ക്രൂരനായ മനുഷ്യൻ വിദ്യാഭ്യാസം നിഷേധിച്ചു. കഞ്ഞിക്കില്ല, പകൽ മുഴുവൻ ജോലിക്ക് പോകണം.
പക്ഷേ പ്രത്യാശ നൽകുന്ന ദൈവം. അവൻ പറഞ്ഞതൊരു വലിയ വിശ്വാസത്തിന്റെ വാക്കാണ്. കർത്താവിന്റെ വചനത്തിൽ വായിക്കുന്നു, നിങ്ങൾ എന്തു പറയുന്നുവോ പറയുന്നത് സംഭവിക്കും. നിങ്ങൾ എന്തു പറയുന്നുവോ പറയുന്നത് സംഭവിക്കും. 13-ാമത്തെ വയസ്സിൽ എബ്രഹാം ലിങ്കൻ പറഞ്ഞത് എന്താ? When I become the president of America, ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുമ്പോൾ അമേരിക്കയിൽ നിന്നും സ്ലേവറി അബോളിഷ് ചെയ്യും. നിങ്ങൾക്ക് കേൾക്കണോ? Accordingly, he became the president of America. അവൻ ഒപ്പിട്ട ആദ്യത്തെ റെസൊല്യൂഷന്റെ പേരാ എമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ. അതാ എമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ. എബ്രഹാം ലിങ്കൻ ഒപ്പിട്ട ആദ്യത്തെ റെസൊല്യൂഷനാണ്. അടിമത്തം നിർത്തലാക്കിക്കൊണ്ട് ആദ്യമായി അദ്ദേഹം ഒപ്പിട്ടു. അതാണ് മാർക്ക് 11:23. വായിക്കൽ മാർക്ക് 11:23. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇതാണ് ഒരു വാക്കിന്റെ പവർ. നീ എന്ത് വിശ്വാസത്തോടെ പറഞ്ഞാലും അത് സംഭവിച്ചില്ല. വേറൊരു കാര്യമാണ്, ഹല്ലേലൂയ സ്തോത്രം. പൂർണ്ണ വളർച്ചയെത്തിയ ഒരാളുടെ തലച്ചോറിന് എത്ര വെയിറ്റ് ഉണ്ട്? ആ ഗേറ്റ്സ് പറയൂ. എന്റെ ദൈവം തമ്പുരാനെ, ഹല്ലേലൂയ സ്തോത്രം. 2 കിലോ ബിരിയാണി കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് തിന്നല്ലോ. അബിയ പറഞ്ഞേ, അബിയ. 100 gram, 200 gram. എന്റെ ദൈവം തമ്പുരാനെ, എനിക്ക് നാണായിട്ട് വയ്യ. ഒരാളുടെ തലച്ചോറിന്റെ തൂക്കം 1350 ഗ്രാം. എത്രയാണ്? 1350 ഗ്രാം. ഈ തലച്ചോറിന്റെ സെല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് മുഴുവൻ 100 ബില്യൺ ന്യൂറോൺസ് കൊണ്ടാണ്. എന്താ? 100 billion neurons. 100 ബില്യൺ ന്യൂറോൺസ്. 1 ബില്യൺ എന്ന് വെച്ചാൽ 100 കോടിയാണ്. നീ എന്തു പറയുന്നുവോ, നീ എന്തു ചിന്തിക്കുന്നുവോ, സമാനമായ ഹോർമോണുകൾ, കെമിക്കൽസ് ഈ തലച്ചോറ് പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായോ? മനുഷ്യന്റെ അനാട്ടമി ബൈബിൾ പഠിക്കണം മക്കളെ ശരിക്ക്. നീ എന്തു പറയുന്നുവോ, നീ എന്ത് ചിന്തിക്കുന്നുവോ, ആ തരത്തിലുള്ള കെമിക്കലുകൾ നിന്റെ തലച്ചോറ് പ്രൊഡ്യൂസ് ചെയ്യും. ഭയത്തിന്റെ വാക്ക് പറഞ്ഞാൽ തലച്ചോറുണ്ടാക്കുന്ന കെമിക്കലാണ് അഡ്രിനാലിൻ. ഹല്ലേലൂയ സ്തോത്രം. പരീക്ഷയ്ക്ക് കയറുന്ന കൊച്ച എല്ലാം മറന്നു പോകും. അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടായാൽ ഓർമ്മക്കുറവുണ്ടാവും. പട്ടിയുടെ കുര കേട്ടാൽ മതി, PT ഉഷ ഓടിയതിനേക്കാൾ വേഗത്തിൽ ഓടും. മാംസപേശികളെ അതിവേഗത്തിൽ ചലിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് അഡ്രിനാലിൻ. നമുക്ക് ഓർമ്മക്കുറവ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ബിരിയാണിയുടെ മണം മൂക്കിലടിക്കുമ്പോൾ തലച്ചോറുണ്ടാക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അത് ഹാപ്പി ഹോർമോൺ. ഹല്ലേലൂയ സ്തോത്രം. പറഞ്ഞു മനസ്സിലായോ? ഹല്ലേലൂയ സ്തോത്രം. ഈ സെറാട്ടോണൊക്കെ ഹല്ലേലൂയ സ്തോത്രം അതിൽപ്പെട്ടതാ. നല്ല മൂടുണ്ടാവും സെറാട്ടോൺ. ഹല്ലേലൂയ സ്തോത്രം. ഈ ഹോർമോണുകൾ ഉണ്ടാക്കുന്നത്, ഇത് പ്രധാനപ്പെട്ട ഉണ്ടാക്കുന്നത് തലച്ചോറും വയറുമാണ്. ഈ സെറാട്ടോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ നീ പറയുന്ന വാക്കനുസരിച്ച് തലച്ചോറ് ചെയ്യും, പ്രവർത്തിക്കും. അതുകൊണ്ടാണ് Proverbs 23:7,
What he thinks, so is he. എന്താണ്? What he thinks, so is he. എന്താണോ അവൻ ചിന്തിക്കുന്നത് അത് തന്നെയാണ് അവൻ. അങ്ങനെയാണെങ്കിൽ നിനക്കൊന്നും നല്ലത് ചിന്തിച്ചുകൂടെ? ഒന്നും നല്ലത് എന്താണോ അവൻ ചിന്തിക്കുന്നത്, വാട്ട് ഹി തിങ്സ് സോ ഈസ് ഹി. എന്താ പറയണേ? 23:7 ഒന്ന് വായിച്ചേ. Proverbs. For as he thinks in his heart, so is he. Eat and drink. മതി. As he thinks in his heart, so is he. എന്താണോ അവൻ അവന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്ന അതാണ് അവൻ. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് ആരായിരുന്നറിയാമോ? He was a shepherd. പക്ഷെ അവന്റെ ഹൃദയത്തിൽ അവൻ ചിന്തിച്ചത് എന്താണെന്നറിയാവോ? I am king of Israel. I will become the king of Israel. Man, yeah. I will become the king of Israel. എവിടെയാ തെളിവ്? Psalms 21 verse 1 to 7 വായിക്കും നിങ്ങൾ. 11:30 കഴിഞ്ഞു. നിങ്ങളുടെ ടൈം എത്ര മണി വരെയാണ് മാസ്റ്റർ? പോയിക്കോട്ടെ, ഒരു 15 minutes കൂടി ഉണ്ട് മാസ്റ്റർ. താങ്ക് യു. ഞാൻ ഇതിന്റെ ഇൻട്രഡക്ഷൻ തുടങ്ങിയുള്ളൂ. വായിക്കേ. The king shall have joy in your strength, O Lord, and in your salvation how greatly shall he rejoice. You have given him his heart's desire, and have not... You have given him in his heart's desire. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം അവന് നൽകി. And have not... വിജയത്തിനുള്ള ഫോർമുലകളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് എന്റെ മക്കളോട്. നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ആഗ്രഹമുണ്ടോ, 100% ദൈവം നിങ്ങൾക്ക് നൽകി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരിക്കലും നെഗറ്റീവായിട്ട് ഒരു ഫ്രസ്ട്രേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകരുത്. ഒരു പരാജയം കുഴിയിൽ കിടക്കുക യോസേപ്പ്. യോസേപ്പിന് നിരാശയില്ല. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? യോസേപ്പിന് എന്തില്ല? നിരാശയില്ല. കാരാഗൃഹത്തിൽ കിടക്കുക. അവൻ അറിയാം അവന്റെ കറ്റകൾ ഒരു ദിവസം എഴുന്നേറ്റ് നിൽക്കും. ദർശനത്തിനൊരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് എത്തപ്പെടും. കർത്താവിന്റെ ആത്മാവ് അറിയാം, നീ അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുകയില്ലതാനും. യോസേപ്പിനറിയാം എന്റെ കറ്റ നിവർന്നു നിൽക്കും. ഞാൻ പൊട്ടക്കിണറ്റിൽ കിടന്നാലും കാരാഗ്രഹത്തിൽ കിടന്നാലും പൊത്തിഫേറിന്റെ വീട്ടിൽ അടിമപ്പണി ചെയ്താലും എന്റെ കറ്റ ഒരു ദിവസം എഴുന്നേറ്റ് നിൽക്കും. പറഞ്ഞ മനസ്സിലായോ? 41 വായിച്ചു കേൾപ്പിക്കാം. ദൈവം അവന്റെ സ്ഥിതി മാറ്റിയത്. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. 41 Proverbs. ഇത് മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസേഫിന്റെ കൈക്കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പണിയും അവന്റെ കഴുത്തിലിട്ടു. ഏത് കാരാഗ്രഹത്തിനകത്ത് നീ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് കിടന്നാലും എന്റെ കയ്യിൽ ഒരു അധികാരത്തിന്റെ മോതിരം ഇടുന്ന ഒരു സ്വർഗം അതേ മുകളിലുണ്ട്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ഈ അഭിയമോള് ഏത് കോഴ്സിന് പഠിച്ചാലും അതിൽ ഒന്നാമതായിരിക്കും. ഈവൻ സിവിൽ സർവീസിന് പഠിച്ചാൽ പോലും അവൾ അതിൽ പാസ്സായിരിക്കും. അവിയുടെ മുഖം ഒന്ന് കാണട്ടെ. ഷോ മീ യുവർ ഫേസ്. നീ വിശ്വസിച്ച ഈ ദൂത് നീ ഏറ്റെടുത്തോ? സത്യം പറയാവുള്ളൂ. ദൂത് ഏറ്റെടുത്തോ? ഉണ്ടോ? കാരണം ആമേൻ. എന്റെ കൊച്ചു, നീ ദൂത് ഏറ്റെടുത്തു. നീ ഏത് വിഷയത്തിന് പഠിച്ചോ?
നീ അതിലൊന്നാമതായിരിക്കും. Amen. എടി കൊച്ചേ, നിനക്കറിയോ, ഞാൻ നിന്നോടൊരു കഥ പറയാം. എല്ലാവരും കേൾക്കുന്നില്ലേ? പാസ്റ്റർ തന്നെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുമ്പോ ആളുകൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവും? അല്ലേലേ സഹോദരൻ, എനിക്ക് കൊച്ചു പിള്ളേരെ ഏറ്റവും ഇഷ്ടം. ഞാൻ എന്റെ കൊച്ചിനോടൊരു കഥ പറയാം. നീ മൈക്കലാഞ്ചലോയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മൈക്കലാഞ്ചലോ. എന്റെ ദൈവമേ, ഈ മക്കൾക്കൊന്നും ഒരു ജനറൽ നോളജും ഇല്ല. ലോകപ്രസിദ്ധനായ ചിത്രകാരനായിരുന്നു ആര്? ഒരു ദിവസം മൈക്കലാഞ്ചലോയ്ക്ക് 9 വയസ്സ് പ്രായം. ഇറ്റലിയുടെ തെരുവിൽ തണുത്തുറഞ്ഞൊരു കാലാവസ്ഥയിൽ ഒരു മാർബിൾ കഷ്ണത്തിൽ ഒരു ചെറിയ ഉളി കൊണ്ട് അവൻ എന്തൊക്കെയോ ചെയ്യുക. അതിരാവിലെ നല്ല തണുപ്പത്ത്. ഈ സമയത്താണ് യാദൃശ്ചികമായിട്ട് മഹാരാജാവ് അതിലെ കടന്നു. മഹാരാജാവ് അത്ഭുതപ്പെട്ടു പോയി. നന്നേ പ്രഭാതത്തിൽ ഒരു കുഞ്ഞ് ഈസ് ഡൂയിങ് സംതിങ് വിത്ത് എ മാർബിൾ പീസ്. രാജാവ് രഥം നിർത്താൻ പറഞ്ഞു. ആ ബാലനെ വിളിക്കാൻ പറഞ്ഞു. ആ ബാലനെ വിളിച്ചു. ബാലനോട് ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ്? ആ സമയത്ത് എത്ര വയസ്സുണ്ട് അബിയെ മൈക്കലാഞ്ചലോയ്ക്ക്? 9. ഹല്ലേലൂയ, സ്തോത്രം. അന്നേരം ഇവൻ പറഞ്ഞത് എന്നാന്ന് എന്റെ കൊച്ചു കേട്ടോ? ഞാനൊരു മാലാഖയെ ഉണ്ടാക്കും. എന്താ? Angel. ഐ ആം മേക്കിംഗ് ആൻ ഏഞ്ചൽ എന്നാര് പറഞ്ഞു? Michelangelo. അപ്പൊ രാജാവ് ഇവനോട് ചോദിക്കുക, നീ ഉണ്ടാക്കിയ ഏഞ്ചൽ ഏതാ? ഒന്ന് കാണട്ടെ. ഷോ മീ ദ ഏഞ്ചൽ യു ഹാവ് മെയ്ഡ്. ഇവനൊരു മാർബിൾ പീസ് ഇങ്ങനെ എടുത്ത് കാണിച്ചു. അപ്പൊ രാജാവ് പറയുക, ദിസ് ഈസ് നോട്ട് എൻ ഏഞ്ചൽ, ദിസ് ഈസ് ഓൺലി മാർബിൾ പീസ്. അന്നേരം അവൻ പറഞ്ഞ മറുപടി എന്നാന്നറിയാമോ? ഐ സീ ആൻ ഏഞ്ചൽ ഇൻ ദിസ് മാർബിൾ പീസ്. I will chip out the pieces which do not belong to the angel from this piece, and the angel will come out. ഈ മാർബിൾ കല്ലിനകത്ത് ഞാനൊരു മാലാഹയെ കാണുന്നു. പക്ഷേ ഈ മാർബിൾ പീസിൽ മാലാഹയുടേതല്ലാത്ത ചില ഭാഗങ്ങളുണ്ട്. ഐ വിൽ ചിപ്പ് ഔട്ട് ഇറ്റ്. ഞാനത് കുത്തിക്കളയും. അപ്പോൾ മാലാഹ ഇങ്ങ് ചാടി. നിനക്ക് മനസ്സിലായോ? അപ്പൊ നമ്മളിൽ ഒത്തിരി ഉത്കൃഷ്ടമായ ക്വാളിറ്റീസ് ഉണ്ട്. വേണ്ടാത്തതൊക്കെ കുത്തിയെടുത്ത് വെളിയിൽ കളയണം. യു ഹാവ് ടു ചിപ്പ് ഔട്ട് ദ തിങ്സ് വിച്ച് ഡു നോട്ട് ബിലോങ് ടു യു. ഇതാ മൈക്കലാഞ്ചലോ പറഞ്ഞ, ഐ വിൽ ചിപ്പ് ഔട്ട് ദ പീസസ് വിച്ച് ഡു നോട്ട് ബിലോങ് ടു ദ ഏഞ്ചൽ, then the angel will come out. ഇത് കേട്ട് മഹാരാജാവ് അത്ഭുതപ്പെട്ടു. അവനെ കൊണ്ടുപോയി രാജകൊട്ടാരത്തിൽ പഠിപ്പിച്ചു. അവനാണ് ലോകപ്രസിദ്ധനായ മൈക്കലാഞ്ചലോ. നീ നിന്റെ ജീവിതം ഹല്ലേലൂയ സ്തോത്രം ആദ്യം ഒന്ന് സ്വപ്നം കാണും. നിനക്കൊരു സിവിൽ സർവീസ് പരീക്ഷയിൽ നിനക്കൊരു കളക്ടർ ആകണം. യു മസ്റ്റ് ഹാവ് എ വിഷൻ. ഹല്ലേലൂയ സ്തോത്രം ഓഫ് ദാറ്റ്. ഞാൻ എന്നിൽ ഒരു ഏഞ്ചലിനെ കാണും. ഞാൻ എന്നിൽ ഒരു ഹല്ലേലൂയ സിവിൽ സർവീസ് ഓഫീസറെ കാണും. ഞാൻ എന്നിൽ ഒരു ദൈവവൈതലിനെ കാണും. നീ കാണാം. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ തലച്ചോറിന്റെ ന്യൂറോണുകൾ അതനുസരിച്ചുള്ള കെമിക്കലുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. നിന്റെ ബുദ്ധിശക്തി വർദ്ധിക്കും. നിന്റെ വായനാശീലം വർദ്ധിക്കും. നിന്റെ ക്യൂരിയോസിറ്റി വർദ്ധിക്കും. നീ പുസ്തകം ഭക്ഷിക്കുന്നവളായിത്തീരും. You will start eating the books. ഹല്ലേലൂയ സ്തോത്രം. നീ ഭയങ്കരമായ ഹല്ലേലൂയ സ്തോത്രം ഒരു വായനക്കാരിയായി മാറും. You must have a vision. നിനക്കൊരു ദർശനം വേണം. ആ ദർശനം ഓടിച്ചു വായിക്കത്തക്ക വിധത്തിൽ റൈറ്റിംഗ് ടേബിളിൽ എഴുതാനാ പറഞ്ഞു. റൈറ്റിംഗ് ടേബിളിൽ നിന്റെ ദർശനം എഴുതണം. ഓടിച്ചു വായിക്കത്തക്ക വിധത്തിൽ. When you get time, read it loudly.
you will become so. Praise the Lord. ആമേൻ. ഇത് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞേ. ആമേൻ. ഇത് കർത്താവിന്റെ സത്യവചനം ഞാൻ ഈ പറഞ്ഞേ. ആമേൻ. ഇന്ന് പാസ്റ്റങ്ങൾ പറഞ്ഞത് എന്റെ കൊച്ചിന്റെ ജീവിതത്തിൽ സംഭവിക്കും. So, praise the Lord. Amen. Amen. ഒരു മാറ്റമില്ല. ഭയപ്പെടാതെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്റെ അഭിമോള് കേട്ടോ? ഞാൻ ഇനി അബുദാബിയിൽ വരുമ്പോൾ അയിലക്കറി വെച്ച് നീ എനിക്ക് തരണം. എന്ത് വെച്ച? പൊന്നു മാസ്റ്റർ, അത് ഞാൻ മാത്രം വേറെ എവിടെന്നെങ്കിലും സാധനം മേടിച്ചോണ്ട് വരും എനിക്ക് കഴിക്കാൻ. കാരണം എനിക്കറിയാം നീ വെച്ചാ കൂട്ടാൻ കൊള്ളില്ല എന്നുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നിങ്ങൾ വളരെ മനസ്സിലാക്കണം, വിശ്വാസത്തിന്റെ വാക്ക് മാത്രമേ നിങ്ങൾ പറയാവുള്ളൂ. അവിശ്വാസത്തിന്റെ വാക്ക് നിങ്ങൾ പറയരുത്. നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ എത്ര കടബാധ്യതകളിലാണോ, നിങ്ങൾ എത്ര തകർച്ചയിലാണോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും എൻകറേജിങ് വേർഡ്സ് മാത്രമേ കൊടുക്കാവുള്ളൂ. ഈ ദൈവവചനം അങ്ങനെ തന്നെയാ പറയുന്നേ. നീ മനസ്സിൽ കണക്കൂട്ടുന്ന പോലെ ആകുന്നു. ഒരാട്ടിടയനായിരുന്നു ദാവീദ്. അവന്റെ ആഗ്രഹം ഇസ്രായേലിൽ രാജാവാകണമെന്നായി. അവന്റെ ആഗ്രഹം ദൈവം അവന് നൽകി. അല്ലെങ്കിൽ തങ്ക കിരീടത്തെ ദൈവം അവന്റെ തലയിൽ വെച്ചു. നന്മകളുടെ അനുഗ്രഹത്താൽ ദൈവം അവനെ എതിരേറ്റു. അവൻ ദൈവത്തോട് ആയുസ്സിനെ ചോദിച്ചു. ദൈവം എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ അവന് കൊടുത്തു. യോസേപ്പിനൊരു ഉറപ്പുണ്ടായിരുന്നു, അവന്റെ കറ്റ ഒരു ദിവസം എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. ഇന്ന് രാജാവിന്റെ മോതിരം അവന്റെ കയ്യിലേക്ക് ഊരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഞാൻ നിർത്താൻ പോവാ. ജനസിസ് 50 verse 18. ജനസിസ് 50 verse 18. അവന്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണു. ഇതാ ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു. സകല കറ്റകളും അവന്റെ കാൽ കീഴിൽ കിടക്കുക. അവന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കും. നമുക്ക് പറഞ്ഞു മനസ്സിലായോ? അവന്റെ 11 സഹോദരന്മാരും അവന്റെ കാൽക്കൽ വീണ് കിടക്കുക. അവന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു. 50-18 ദർശനം പൂർത്തിയായി. കുഞ്ഞെ, നമ്മൾ സാധാരണക്കാരല്ല. ആദ്യം തന്നെ നിങ്ങളുടെ ശുശ്രൂഷകൾ സക്സസ്ഫുൾ ആകണമെങ്കിൽ നിങ്ങളല്ല ശുശ്രൂഷിക്കുന്നത്, നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. അത് വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനം വായിച്ച് തീർത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ. റോമൻസ് ചാപ്റ്റർ 9 ഹല്ലേലൂയ, സ്തോത്രം, വേഴ്സ് ഹല്ലേലൂയ, സ്തോത്രം 40 ഒന്ന് വായിച്ച്. ആകയാൽ നാം എന്തു പറയേണ്ടു? ദൈവത്തിന്റെ പകൽ അനീതി ഉണ്ടോ? ഒരു നാളുമില്ല. ആ താഴേക്ക് വായിച്ചോ. എനിക്ക് കരുണ തോന്നണേ എന്നുള്ളവരോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണേ എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുമെന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലവും സാധിക്കുന്നത്. എന്റെ മക്കളുടെ ഹൃദയത്തിനകത്ത് ഈ വചനം നിങ്ങൾ കൊത്തിവെക്കണം. ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവം. എന്റെ 3 മക്കളോടും എന്നെ കേൾക്കുന്ന സകലരോടും ദൈവത്തിന് കരുണയുണ്ട്. അത്ഭുതങ്ങൾ. അബുദാബിയിൽ ചെന്നിട്ടൊരു ജോലി കിട്ടാതെ ഭാരപ്പെട്ട ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഞാൻ ആത്മാവിൽ ആലോചന വിളിച്ചു പറയുക. നീ വിശ്വസിച്ചാൽ മാർട്ടിയോട് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മഹത്വം കാണും. എവിടെ നിങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുന്നോ നിങ്ങളുടെ ബന്ധനം എന്റെ കർത്താവ് ഇന്ന് രാത്രി അഴിക്കുക. ബദ്ധനായിരിക്കുന്നവനെ ഞാൻ വേഗത്തിൽ അഴിച്ചുവിടും. അവൻ കുണ്ടറയിൽ കിടന്ന് മരിക്കുകയില്ല. യെശയ്യാവ് 51:14. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്കറിയോ, ഒരു ദൈവ പൈതലിനെ കാവൽപുരമറ്റത്ത് അടച്ചു. അവന്റെ കൈകാലുകളിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അറിയാവോ ആ ദൈവ പൈതലിന്റെ പേര്? യിരെമ്യാവ് 33:3. അവനോട് ഒരു കാര്യം മാത്രമേ കർത്താവ് പറഞ്ഞുള്ളൂ,
എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരവരുന്നു. നീ അറിയാത്തതും മഹത്തായതും അഗോചരവുമായ കാര്യം ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഈ സമയത്ത് ഇവൻ ചങ്ങലയിൽ കിടക്കുക. ഏത് ചങ്ങല പോലെയുള്ള അനുഭവത്തിൽ കിടക്കുന്നവർ ഇന്നെന്റെ ശുശ്രൂഷയിൽ ദൈവവചനം കേൾക്കുന്നുണ്ടോ? എന്റെ ചങ്ങല അഴിയാൻ പോകും. എന്റെ ചങ്ങല എന്റെ കർത്താവ് അഴിക്കാൻ പോകും. The book of Jeremiah chapter 40 verse 4 വായിച്ചേ. ചങ്ങല അഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം. 40 verse 4. 40 verse 4. ഇപ്പോൾ ഇതാ നിന്റെ കൈമേലുള്ള ചങ്ങല ഞാൻ ഇന്ന് അഴിച്ച് നിന്നെ വിട്ടയക്കുന്നു. എടാ, ഏത് അധികാരി നിന്നെ പൂട്ടിയതാണെങ്കിലും ഹല്ലേലൂയ. സ്വർഗ്ഗത്തിന്റെ അധികാരം നിന്റെ മേൽ വ്യാപരിച്ചിട്ട് നിന്നെ പൂട്ടിയിരിക്കുന്ന ചങ്ങലയെ എന്റെ കർത്താവ് അഴിക്കാൻ പോകുകയാണ്. Praise the Lord. ഒരിക്കലും അഴികയില്ലെന്ന് പറഞ്ഞ് നിന്നെ ബലങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കൈകാലുകൾ ഇന്ന് ഈ രാത്രി Hallelujah. Amen. Amen. യെസ്. കണ്ടോ കുഞ്ഞെ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ശക്തി നിങ്ങൾ മനസ്സിലാക്കണം. Praise the Lord. ബാബേൽ ചക്രവർത്തിയുടെ സൈന്യാധിപനായിരിക്കുന്ന നെബൂസറഥാൻ വന്ന് യഹോവയുടെ പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവിന്റെ കൈകാലുകളുടെ ചങ്ങല അഴിച്ചതുപോലെ ആത്മാവ് എന്നോട് പറയുക, വിശ്വാസികളുടെയും സഭയുടെയും ചങ്ങല അഴിയുന്ന ഇനി ഹല്ലേലൂയ, സ്തോത്രം. നിന്നെ ബന്ധിക്കാൻ പറ്റിയ ഒരാളും ഉണ്ടാവില്ല. Praise the Lord. Hallelujah. സമയം കടന്നുപോയി, ഞാൻ നിർത്തുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് യായിറോസിനോട് ഭയപ്പെടാതെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഏത് സിറ്റുവേഷനിലാകട്ടെ, Hallelujah. ആത്മീയമായി വളർത്തി കൊണ്ടുവന്ന ഒരു മകനെ രഞ്ജിത്ത്, അനുഗ്രഹിക്കപ്പെട്ട ഒരു മകൻ, അവനെ കുറിച്ച് എനിക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾക്കറിയോ കുഞ്ഞെ, ഒരൊറ്റ വ്യക്തികൾ പോലും ഭയപ്പെടരുത്. നോക്കിക്കോ, സഭയ്ക്കകത്ത് ദൈവത്തിന്റെ ചില വിടുതലുകൾ, അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ സഭയ്ക്കകത്ത് ഒരു വെള്ളത്തിന്റെ ഒഴുക്ക് എന്നെ കാണിക്കുന്നുണ്ട്. ഈ വെള്ളം എവിടെ നിന്ന് ഒഴുകി വരുന്നറിയോ? പാസ്റ്റർ മാമയുടെ പേരെന്നാ? ഷിനി. എന്തോ ഒരു നല്ല പേരുണ്ടായിരുന്നു, വന്നിട്ട് കൊടുന്ന് ഷിനിന്ന് ഇട്ടു. എഴുതി വന്നപ്പോ ഷിനിയായി പോയതാ. എനിക്കറിയാം. ഒരക്ഷരാഭ്യാസം ഇല്ലാത്ത സ്കൂളിലാ പഠിച്ചേ. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. സിസ്റ്റർ ഷിനിയോടൊരു കാര്യം ഞാൻ പറയാം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സഭയ്ക്കകത്ത് ദൈവം ചെയ്യാൻ പോകുന്ന ഒരു അത്ഭുതം. ദൂതേറ്റെടുത്ത് എന്റെ മകൾ ഷൈനി ഈ ദൂതേറ്റെടുക്കണം. ഹല്ലേലൂയ. The book of Yehezkel chapter 47 verse 12. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാന്തക ഫലമുള്ള സകല വൃക്ഷങ്ങളും വളരും. അവിടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. നിങ്ങളുടെ സഭയ്ക്കകത്ത് സാമ്പത്തിക അഭിവൃദ്ധിയും പല കൃപാവര ശുശ്രൂഷകളുടെ വിടുതലുകളും നടക്കും. രോഗികൾ സൗഖ്യമാകും. നിങ്ങളുടെ സഭയിലേക്ക് ഒഴുകി വരുന്ന വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. ആത്മാവിൽ പറഞ്ഞൊരു ദൂത. ഞാൻ സാധാരണ ദേഷ്യപ്പെട്ടും വിശുദ്ധി പ്രസംഗിച്ചും ഒക്കെ പ്രസംഗിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇന്നത്തെ ദൂതുകൾ ഇങ്ങനെയായി. വെള്ളം എവിടെ നിന്ന് ഒഴുകി വരുന്നു? വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് പരിശുദ്ധാത്മാവ്.
അതുകൊണ്ട് മാസം തോറും പുതിയ ഫലങ്ങൾ കായ്ക്കും. Praise the Lord. നിങ്ങളുടെ സഭയ്ക്കകത്ത് രോഗശാന്തി ശുശ്രൂഷകൾ നടക്കും. Praise the Lord. Hallelujah. മച്ചികൾ പ്രസവിക്കുന്നത് നിങ്ങൾ Oh, ഹല്ലേലൂയ സ്തോത്രം praise the Lord. നിങ്ങളുടെ കാതുകൊണ്ട് കേൾക്കും. നിങ്ങളുടെ സഭയിൽ തലമുറകളില്ലാത്തവർക്ക് ദൈവം തലമുറകളെ കൊടുക്കും. Hallelujah. ചില ഗർഭധാരണ ശേഷി ഇല്ലാത്തവർക്ക് ദൈവം ഗർഭധാരണ ശേഷി കൊടുക്കും. വെള്ളം എവിടെ നിന്ന് ഒഴുകി വരുന്നു? വിശുദ്ധ വചനത്തിൽ. അതുകൊണ്ട് മാസം തോറും പുതിയ ഫലങ്ങൾ കായ്ക്കുന്ന ഒരു സഭയായിരിക്കും. Praise the Lord. അതിന്റെ ഇല ചികിത്സയ്ക്ക് ഉതകും. ഫലം തിന്നാൻ നല്ലതായിരിക്കും. വരുന്ന ആളുകൾ ഈ സഭയ്ക്കകത്ത് തൃപ്തിയോടെ കടന്നു പോവുകയുള്ളൂ. Hallelujah. നിങ്ങൾ എഴുതി വെച്ചോ, ഈ ദൈവവചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ നിന്റെ ദാസനെ ദാസിയെ 3 മക്കളെ കണ്ടു. കർത്താവെ മകൻ രഞ്ജിത്ത്, കർത്താവെ മറ്റനേകർ കയറി ഇവരെ ഒന്നും കാണാൻ പറ്റിയില്ല. ഹല്ലേലൂയ സ്തോത്രം കർത്താവെ, ഹല്ലേലൂയ സ്തോത്രം. എന്റെ സ്നേഹിതൻ ഹല്ലേലൂയ സ്തോത്രം ഇതിനകത്തുണ്ടല്ലോ. ഹല്ലേലൂയ സ്തോത്രം ഷാജി ബ്രദർ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം ഷാജി ബ്രദറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹൃദയരഞ്ജിത്തിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഓരോ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കൊണ്ട് മാസം തോറും പുതിയ ഫലം കായ്ക്കുന്ന ഒരു സഭയാക്കിയതിന് ദൈവം തീർക്കാൻ പോകുന്നതിനായി സ്തോത്രം. കടന്നു വരുന്നവർ ഇതിനകത്തു നിന്ന് അനുഗ്രഹങ്ങൾ അനുഭവിച്ച് കടന്നു പോകട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഞാൻ കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ പുത്രന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഷാജി ബ്രദറെ സ്തോത്രം. ദൈവാനുഗ്രഹിക്കട്ടെ. മോനെ രഞ്ജിത്ത്, ദൈവാനുഗ്രഹിക്കട്ടെ. സമയം ഒത്തിരി അങ്ങോട്ട് കടന്നുപോയി. ഞാൻ ഇന്ന് പാസ്റ്ററിനെ ഇങ്ങനെ അഭിമുഖീകരിച്ച് നിന്നുകൊണ്ട് ദൂതുകൾ പാസ്റ്ററിനോടുള്ള ഫാമിലിയോടും ഒന്നായി. എങ്കിലും ദൈവവചനം നിങ്ങളെ ശക്തിപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ശരി. ഞാൻ വെച്ചോട്ടെ പാസ്റ്ററെ. ശരി പാസ്റ്റർ, ശരി. താങ്ക് യു പാസ്റ്റർ, വളരെ നന്ദി. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് കർത്താവിന് പിന്നെയും സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ തിരുവചനം